ലീഫുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഒരു ടേമാണ് വിനേഷൻ. വിനേഷൻ ഓർ വീനേഷൻ എന്ന് പറയാറുണ്ട്. വിനേഷൻ ഇറ്റ് ഈസ് ദി മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്, മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഓൺ എ ലീഫ് ലാമിന. അത് ലീഫിൻ്റെ മുകളിൽ ഇപ്പോൾ പറഞ്ഞു ലീഫിന് 3 ഭാഗമുണ്ട്. ലീഫ് ബേസ് ഉണ്ട്, പീറ്റിയോൾ ഉണ്ട്, ലാമിന ഉണ്ട്. ഈ ലാമിനയിൽ ലീഫ് ലാമിന നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് നടുക്കൂടി ഒരു മെയിൻ വെയിന് പോകുന്നുണ്ടായിരിക്കും. അതിന് മിഡ്രിബ് എന്നാണ് വിളിക്കുക. ഈ നടുക്കൂടി പോകുന്ന മെയിൻ വെയിനെ മിഡ്രിബ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് സൈഡിലേക്ക് കുറച്ച് ബ്രാഞ്ചസ് പോകുന്നുണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ്, ഇവിടെ വരയ്ക്കാം, അത് ഇവിടെ വരയ്ക്കാം. സൈഡിലേക്ക് കുറച്ച് വെയിൻസ് പോകുന്നുണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ്, നടുക്കുള്ള മെയിൻ ആയിട്ട് ഉള്ള വെയിനെ മിഡ്രിബ് എന്നും, അതിൻ്റെ സൈഡിലേക്ക് പോകുന്ന ഈ വെയിൻസിനെ വെയിൻസ് വിളിക്കും. മെയിനായിട്ടുള്ള വെയിനെ മിഡ്രിബ് എന്നും സൈഡിലേക്ക് പോകുന്നതിനെ വെയിൻസ് വിളിക്കുന്നു. ഈ വെയിൻസിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് വരുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ ബ്രാഞ്ചസിനെ വിളിക്കും വെയിൻലെറ്റ് എന്ന് വിളിക്കും. വെയിൻസ്. അപ്പോൾ ഒരു ലീഫിൻ്റെ അകത്ത്, ലീഫ് ലാമിനിൻ്റെ അകത്തുള്ള വെയിൻസിൻ്റെയും വെയിൻലെറ്റിൻ്റെയും എല്ലാം അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? അറേഞ്ച്മെൻ്റ് പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് വിനേഷൻ. ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ് ഓൺ എ ലീഫ് ലാമിന. ഒരു ലീഫ് ലാമിനിൻ്റെ അകത്തുള്ള ഈ വെയിൻസിൻ്റെയും വെയിൻലെറ്റ്സിൻ്റെയും എല്ലാം അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് വിനേഷൻ എന്ന് വിളിക്കുന്നത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് വിനേഷൻ, പാരലൽ വിനേഷൻ ആൻഡ് റെറ്റിക്കുലർ വിനേഷൻ. നമുക്ക് നോക്കാം എന്താണ് പാരലൽ വിനേഷൻ. ഇപ്പോൾ നടുവിലൂടെ പോകുന്ന ഈ മെയിൻ വെയിൻ എന്ത് പേര് വിളിച്ചു? മിഡ്രിബ് എന്ന് വിളിച്ചു. പാരലൽ വിനേഷൻ ആണെങ്കിൽ ഈ വെയിൻ ലീഫിൻ്റെ അകത്തുള്ള വെയിൻസ് എല്ലാം തന്നെ ദ ആർ റണ്ണിങ് പാരലൽ ടു ദി മിഡ്രിബ്. ഇത് നടുക്കൂടി പോകുന്ന മെയിനായിട്ടുള്ള റെഡ് കളർ വരച്ച് മിഡ്രിബാണ്. ആ മിഡ്രിബിന് പാരലായിട്ടായിരിക്കും ബാക്കിയുള്ള വെയിൻസൊക്കെ പോകുന്നുണ്ടാവുക. വെയിൻസും വെയിൻലെറ്റും ഒക്കെ വിച്ച് ഈസ് പാരലൽ ടു ദി മിഡ്രിബ്. ഇത്തരം വിനേഷന് വിളിക്കുന്നവരാണ് പാരലൽ വിനേഷൻ. ദ വെയിൻസ് ആർ റണ്ണിങ് പാരലൽ ടു ദി മിഡ്രിബ്. വെയിൻസ് മിഡ്രിബിന് പാരലായിട്ട്, അതോടൊപ്പം തന്നെ ഈ വെയിൻസ് പരസ്പരവും പാരലായിരിക്കും. ദ വെയിൻസ് ആർ പാരലൽ ടു മിഡ്രിബ് ആൻഡ് ഓൾസോ പാരലൽ ടു ഈച്ച് അതർ. പരസ്പരവും പാരലായിരിക്കും, അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ പാരലൽ ടു ദി മിഡ്രിബ് ആയിരിക്കും. ആ രീതിയിലുള്ള വിനേഷനെ വിളിക്കുന്നവരാണ് പാരലൽ വിനേഷൻ. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ മോണോകോട്ട് പ്ലാന്റ്സ്. അപ്പോൾ നമുക്കൊരു പ്ലാന്റിൻ്റെ ലീഫ് നോക്കി തിരിച്ചറിയാൻ പറ്റും അത് മോണോകോട്ട് ആണോ എന്നുള്ളത്. ഡൈക്കോട്ട് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. മോണോകോട്ട് ആണെങ്കിൽ വിനേഷൻ ഏതായിരിക്കും? പാരലൽ വിനേഷൻ ആയിരിക്കും. ഈ രീതിയിലായിരിക്കും വെയിൻസ് പോകുന്നുണ്ടാവുക. അടുത്ത റെറ്റിക്കുലർ വിനേഷനാണ്. ഹിയർ ദി വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ റെറ്റിക്കുലേറ്റ് മാനർ എന്ന് വിളിക്കുന്നത്. ആകെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന രീതിയിലായിരിക്കും വെയിൻസും വെയിൻലെറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നടുക്കൂടി മെയിൻ വെയിന് പോകുന്നു, അതിൻ്റെ 3 സൈഡിലേക്ക് വെയിൻസ് വരുന്നു. ആ വെയിൻസിൻ്റെ വീണ്ടും ബ്രാഞ്ചസ് വെയിൻലെറ്റ് വരുന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടി ആകെ ഒരു റെറ്റിക്കുലേറ്റ് ആയിട്ട് മാനറിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ദാറ്റ് വിനേഷൻ ഈസ് കോൾഡ് റെറ്റിക്കുലർ വിനേഷൻ. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ്. അപ്പോൾ ലീഫ് തന്നെ നോക്കി നമുക്ക് തിരിച്ചറിയാൻ പറ്റും വെദർ ഇറ്റ് ഈസ് എ ഡൈക്കോട്ട് ഓർ മോണോകോട്ട്. If it is a monocot plant, the leaves have parallel venation. If it is a dicot plant, here the venation is reticulate ആയിരിക്കും. അപ്പോൾ നമുക്ക് അതാണ് വിനേഷൻ. ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ് ഓൺ എ ലീഫ് ലാമിന ഈസ് കോൾഡ് വിനേഷൻ. ഇറ്റ് ഈസ് 2 ടൈപ്പ്, പാരലൽ വിനേഷൻ, റെറ്റിക്കുലർ വിനേഷൻ. അടുത്തത് ലീഫിൻ്റെ ടൈപ്സ് ഓഫ് ലീഫാണ്. ലീഫ് തന്നെ മെയിൻലി ദർ ആർ 2 ടൈപ്സ് ഓഫ് ലീഫ്, സിമ്പിൾ ലീഫ് ആൻഡ് കോമ്പൗണ്ട് ലീഫ്. മെയിൻലി ദർ ആർ 2 ടൈപ്സ് ഓഫ് ലീഫ്, സിമ്പിൾ ലീഫ് ആൻഡ് കോമ്പൗണ്ട് ലീഫ്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ലീഫ്, അതായത് നമ്മൾ ഒരു ലീഫ് ബേസ്, ഒരു പീറ്റിയോൾ, ഒരു ലാമിന, ഈ രീതിയിൽ കാണുന്ന ഈ ലീഫിനെ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ ലീഫ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ചെമ്പരത്തി, റോസ്, പ്ലാവ്, മാവ്, അതിൻ്റെ മുകളിലൊക്കെ കാണുന്ന ലീഫ് എന്ന് പറയുന്നത് സിമ്പിൾ ലീഫാണ്. ഒരു ലീഫ് ബേസ്, ഒരു പീറ്റിയോൾ, ഒരു ലാമിന, ഈ രീതിയിൽ കാണുന്ന ഒരു സ്മൂത്തായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലാമിനയെല്ലാം കാണുന്ന ഇത്തരം ലീഫിനെ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ ലീഫ് എന്ന് വിളിക്കുന്നത്. എന്നാൽ കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ചെയ്ത് പറയാം, നമുക്ക് ചൈന റോസ്, ചൈന റോസ് പറഞ്ഞാൽ ചെമ്പരത്തി, അല്ലെങ്കിൽ ഹിബിസ്കസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ സാധാ റോസ്, ജാക്ക് ഫ്രൂട്ട്, മാംഗോ, അവിടെയൊക്കെ കാണുന്നത് സിമ്പിൾ ലീഫാണ്. ഈ കോമ്പൗണ്ട് ലീഫാണെങ്കിൽ പ്രത്യേകത, ഇവിടെ ഞാൻ പറഞ്ഞു ലാമിന എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ലാമിന ആയിരിക്കും. എന്നാൽ ഇവിടെ ഈ ലാമിന ഈസ് ബ്രേക്സ് ഇൻ ടു സെവറൽ ഫ്രാഗ്മെൻറ്റ്സ്. കോമ്പൗണ്ട് ലീഫാണെങ്കിൽ ആ ലാമിന ഇതേപോലെ ഒറ്റ എൻ്റയർ ലാമിന ആയിരിക്കില്ല. ഇവിടെ ലാമിന മുറിഞ്ഞ് കുറേ കഷ്ണങ്ങളായി മാറിയിട്ടുണ്ടായി, കുറേ ഇൻസേഷൻസ്, ഉള്ളിലേക്ക് കുറേ മുറിവുകളുള്ള ലാമിന ആയിരിക്കും കാണുന്നുണ്ടാവുക.
കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ ഒറ്റ ലാമിന ആയിരിക്കില്ല ഉണ്ടാവുക. ലാമിന മുറിഞ്ഞ് കുറേ കഷ്ണങ്ങളായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അതാണ് കോമ്പൗണ്ട് ലീഫ്. അത് ഇങ്ങനെയും പറയാം, സെവറൽ ലാമിന എന്ന് വേണമെങ്കിൽ, അതായത് ലീഫ് വിത്ത് സെവറൽ ലാമിന എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ സെവറൽ ലീഫ് വിത്ത് ഫ്രാഗ്മെൻറ്റഡ് ലാമിന എന്ന് വേണം വിളിക്കാം. ഈ മുറിഞ്ഞ് കാണുന്ന ലാമിന കാണുന്ന ലീഫിനാണ് കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ കുറേ ലാമിനയുള്ള ലീഫിനും കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കുന്നതും പറയാറുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് ലീഫ് ആണെങ്കിൽ ഇത് ലീഫ് ലാമിന എൻ്റയർ ആയിരിക്കില്ല, ഇത് കട്ട് ഇൻറ്റു സെവറൽ ഫ്രാഗ്മെൻറ്റ്സ് ആയി കട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കോമ്പൗണ്ട് ലീഫ് എന്ന് രണ്ട് രീതിയിലുണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും ഉണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫും ഉണ്ട്. കോമ്പൗണ്ട് ലീഫിന് രണ്ട് രീതിയിൽ, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആണെങ്കിൽ ഇതാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിളായി വരച്ചിരിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ പറയുന്നത് നീമാണ്. നീം എന്ന് പറഞ്ഞാൽ ആര്യവേപ്പിൻ്റെ അകത്ത് കാണുന്ന ലീഫ് പിന്നേറ്റ്ലി കോമ്പൗണ്ടാണ്. നമ്മൾ കരുവേപ്പിലിൻ്റെ അകത്ത് കാണുന്ന പിന്നേറ്റ്ലി കോമ്പൗണ്ടാണ്. മുരിങ്ങൻ്റെ ലീഫ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. അല്ലെങ്കിൽ പുളീൻ്റെ ലീഫ് അവിടെയൊക്കെ കാണുന്ന പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. അപ്പോൾ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണെങ്കിൽ ഈ ലീഫിനൊരു മെയിൻ ആക്സിസ് ഉണ്ടായിരിക്കും. അതുപോലെ തെങ്ങിൻ്റെ ഓല, കവുങ്ങിൻ്റെ ലീഫ്, അതൊക്കെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. അത്ര ലീഫിൻ്റെ പ്രത്യേകത, നിങ്ങൾ തെങ്ങിൻ്റെ ഓല അല്ലെങ്കിൽ കരുവേപ്പിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കരുവേപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ സെൻറ്ററിലൊരു മെയിൻ വെയിന് പോകുന്നുണ്ട്. മെയിനായിട്ടൊരു ആക്സിസ് ഉണ്ട്, വെയിനല്ല, മെയിനായിട്ട് ആക്സിസ് ഉണ്ടായിരിക്കും. ഈ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് റാച്ചിസ് എന്ന് വിളിക്കും. ദ മെയിൻ ആക്സിസ് ഓഫ് എ കോമ്പൗണ്ട് ലീഫ് ഈസ് കോൾഡ് റാച്ചിസ്. ദ മെയിൻ ആക്സിസ് ഓഫ് എ കോമ്പൗണ്ട് ലീഫ് ഈസ് കോൾഡ് റാച്ചിസ്. ഇപ്പോൾ ഓലയാണെങ്കിൽ ഓലേൻ്റെ നടുക്കിലൂടെ പോകുന്ന മട്ടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ മട്ടലിനല്ല പറയാം, മട്ടലിനാണ് എന്ത് വിളിക്കുന്നത്? റാച്ചിസ് എന്ന് വിളിക്കുന്നത്. ആ റാച്ചിസിൻ്റെ രണ്ട് സൈഡിലായിട്ടായിരിക്കും ലീഫ്ലെറ്റ് അറേഞ്ച് ചെയ്ത് കാണുക. അത് രണ്ട് സൈഡിലായിട്ടായിരിക്കും ലാമിന അറേഞ്ച് ചെയ്ത് കാണുക. ഇതിനെ വിളിക്കുക ലീഫ്ലെറ്റ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഓലേൻ്റെ കേസിലാണ് ഓരോ ഓലക്കണ്ണിയും ഓരോ ലീഫ്ലെറ്റാണ്, നടുവിലൂടെ പോകുന്ന മട്ടൽ എന്ന് പറയുന്നതാണ് ഇത് റാച്ചിസ്. അതാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പറയുന്നത്, ഇഫ് ദ ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദി ഐദർ സൈഡ്സ് ഓഫ് ദി റാച്ചിസ്, ആ റാച്ചിസിൻ്റെ രണ്ട് സൈഡ്സിലായിട്ടാണ് ലീഫ്ലെറ്റ് അറേഞ്ച് ചെയ്ത് കാണുന്നതെങ്കിൽ അത്തരം ലീഫിനെ വിളിക്കുന്ന പേരാണിത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പുളീൻ്റെ അല്ല, നോക്ക് ഇങ്ങനെ നടുക്കൊരു മെയിൻ ഒരു റാച്ചിസ് ഉണ്ടായിരിക്കും, അതിൻ്റെ സൈഡിലായിട്ടായിരിക്കും ബാക്കി ലീഫ്ലെറ്റ് അറേഞ്ച് ചെയ്ത് കാണുന്നത്. മുരുകൻ്റെ ഇല, ഇത് എക്സാമ്പിൾസ് ഒക്കെ തന്നെ, കരുവേപ്പിലൊക്കെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആണെങ്കിൽ പ്രത്യേകത എന്താണ്? ദി ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദി ഐദർ സൈഡ്സ് ഓഫ് ദി റാച്ചിസ്. റാച്ചിസ് പറഞ്ഞാൽ അവർക്ക് എന്താണ്? ദ മെയിൻ ആക്സിസ് ഓഫ് എ കോമ്പൗണ്ട് ലീഫ് ഈസ് കോൾഡ് റാച്ചിസ്. ആ കോമ്പൗണ്ട് ലീഫിൻ്റെ മെയിൻ ആക്സിസിനെ വിളിക്കുന്നവരാണ് റാച്ചിസ്. അതിന് രണ്ട് സൈഡിലായിട്ട് ലീഫ്ലെറ്റ് കാണുന്നതാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. എക്സാമ്പിൾ ഓർക്ക് നീം, ആര്യവേപ്പാണ് നീം എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഇതിൻ്റെ പ്രത്യേകത, the leaflets are arranged at the tip of the rachis, or ഇതിനെ നമുക്ക് റാച്ചിസ് എന്നോ അല്ലെങ്കിൽ പീറ്റിയോൾ എന്നോ വിളിക്കാം. പീറ്റിയോൾ ഓർ റാച്ചിസ് എന്ന് വിളിക്കുന്നു. ഈ പീറ്റിയോളിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ടായിരിക്കും ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്ത് കാണുന്നുണ്ടാവുക. ഇതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിൽക്ക് കോട്ടൺ എന്ന് പറയുന്ന പ്ലാന്റാണ്. സിൽക്ക് കോട്ടൺ എന്ന് പറയുന്ന പ്ലാന്റ്, അതായത് നമ്മൾ ഉന്നം എന്ന് പറയുന്ന പ്ലാന്റ്, നമ്മുടെ നാട്ടിലൊക്കെ ഉന്നപ്പൂള എന്ന് പറയുന്ന ഒരു ഉന്നം എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ ഫ്രൂട്ട് പൊട്ടിയിട്ട് ഉന്നം അങ്ങനെ പറന്നു പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയി കാണുന്നതാണ്. അതിന് ബോംബാക്സ് എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. കോമൺലി വിളിക്കുന്ന പേര് സിൽക്ക് കോട്ടൺ എന്ന് വിളിക്കും. അപ്പോൾ സിൽക്ക് കോട്ടൻ്റെ അകത്ത് കാണുന്നത് ഈ രീതിയിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പാമേറ്റ്ലി കോമ്പൗണ്ട് നമ്മൾ കൈ പോലെയാണ്. ഇവിടുന്ന് മെയിൻ ആക്സിസ് ഇവിടെ വെച്ചിട്ട് ലീഫ്ലെറ്റ് ടിപ്പിൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് കാണുന്നതാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. രണ്ട് സൈഡ്സിലാണെങ്കിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഇതിന് എക്സാമ്പിൾ റബ്ബറിൻ്റെ അകത്ത് കാണുന്നത് ഈ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. അതേപോലെ സിൽക്ക് കോട്ടൻ്റെ അകത്ത് കാണുന്നത് ഈ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. അപ്പം കോമ്പൗണ്ട് ലീഫ് രണ്ട് രീതിയിലുണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫുണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫുണ്ട്. കാരണം ആ ലീഫ്ലെറ്റ് എവിടെയാണ് അറേഞ്ച് ചെയ്യുന്നതാണ്. ലീഫ്ലെറ്റ് രണ്ട് ആ മെയിൻ ആക്സിസ് ആയ റാക്സിസിന് രണ്ട് സൈഡിലാണെങ്കിൽ അത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ആ റാക്സിസിൻ്റെ അല്ലെങ്കിൽ പീറ്റിയോളിൻ്റെ ടിപ്പിലായിട്ടാണ് ലീഫ്ലെറ്റ് കാണുന്നതെങ്കിൽ അതിനെന്ത് വിളിക്കും? പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നു. ഇനി അപ്പോൾ സിമ്പിൾ ലീഫ്, കോമ്പൗണ്ട് ലീഫ്. സിമ്പിൾ ലീഫിൻ്റെ അത് രണ്ട് ടൈപ്പ്, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫും. അടുത്ത ടൈം ലീഫുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ടൈമാണ് ഫില്ലോടാക്സി എന്ന് വിളിക്കുന്നു. Phyllotaxy means it's a mode of arrangement of leaves on stem. സ്റ്റെമ്മിൻ്റെ മുകളിലുള്ള ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് എല്ലാ പ്ലാന്റ്സിൻ്റെ അതും ഒരുപോലെ ആയിരിക്കില്ല. അതിന് പ്രത്യേക പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഫില്ലോടാക്സി. ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് ഓർ ലീഫ് ഓൺ സ്റ്റെം എന്ന് പറയും. സ്റ്റെമ്മിൻ്റെ മുകളിലുള്ള ലീഫിൻ്റെ ആ അറേഞ്ച്മെൻറ്റിൻ്റെ ആ പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഫില്ലോടാക്സി എന്ന് വിളിക്കുന്നത്. മെയിൻലി ദർ ആർ 3 types of phyllotaxy: alternate phyllotaxy, ഓപ്പോസിറ്റ് ഫില്ലോടാക്സി, വേൾഡ് ഫില്ലോടാക്സി. അൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. ഇവിടെ ഈ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന അതിൽ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. അൾട്ടർനേറ്റ് ഫില്ലോടാക്സി നോക്കാം എന്താണെന്നുള്ളത്.
ഇതിപ്പം ഈ ബ്ലാക്കിൽ വരച്ചിരിക്കുന്നത് സ്റ്റെമ്മാണ്, റെഡിൽ വരച്ചത് ലീഫാണ്. ഈ നമുക്കറിയാം സ്റ്റെമ്മിൻ്റെ മുകളിൽ നിന്ന് എവിടെ നിന്നാണ് ലീഫ് എറേസ് ചെയ്യുക? സ്റ്റെമ്മിൻ്റെ നോഡിൽ നിന്ന് എറേസ് ചെയ്യാം. അൾട്ടർനേറ്റ് ഫിലോടാക്സി ആണെങ്കിൽ ഇൻ വിച്ച് ഈച്ച് നോഡ് ബിയേഴ്സ് എ സിംഗിൾ ലീഫ്. ഓരോ നോഡിൽ നിന്നും ഓരോ ലീഫ് മാത്രമേ ഇവരുണ്ടാവുള്ളൂ. ആൻഡ് ദാറ്റ് ലീവ്സ് ആർ ഇൻ അൾട്ടർനേറ്റ് മാനർ. ഈ നോഡിൽ നിന്ന് ഈ സൈഡിലേക്കാണെങ്കിൽ അടുത്ത നോഡിൽ ഓപ്പോസിറ്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും. ഇവിടെ ഇങ്ങനെ ഈ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഈച്ച് നോഡ് ബിയേഴ്സ് എ സിംഗിൾ ലീഫ് ആൻഡ് ദാറ്റ് ലീവ്സ് ആർ അറേഞ്ച് ഇൻ അൾട്ടർനേറ്റ് മാനർ. ഇറ്റ് ഈസ് കോൾഡ് അൾട്ടർനേറ്റ് ഫിലോടാക്സി. എന്താണ് പറയുന്നത്? ഈച്ച് നോഡ് ബിയേഴ്സ് എ സിംഗിൾ ലീഫ് ആൻഡ് ദാറ്റ് ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ അൾട്ടർനേറ്റ് മാനർ. ആൻ എക്സാമ്പിൾ ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ. ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ. ചൈന റോസ് ചെമ്പരത്തി, മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ കടുക്, സൺഫ്ലവർ, സൂര്യകാന്തി. ഇതിൻ്റെ അകത്തൊക്കെ കാണുന്നത് ഈ രീതിയിലുള്ള വേറെ എക്സാമ്പിൾസ്. നമ്മൾ സാധാരണ റോസിൻ്റെ അകത്തും ഒക്കെ നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാം പല പ്ലാന്റ്സിൻ്റെ അകത്തും ഓരോ നോഡിൽ നിന്ന് എത്ര ലീഫ് വരുന്നുണ്ട്. ഒരു ലീഫ് ഉള്ളെങ്കിൽ കൺഫേം ഇറ്റ് ഈസ് അൾട്ടർനേറ്റ് ആണ്. അടുത്താണ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഓരോ നോഡിൽ നിന്നും 2 ലീഫ് വരുന്നുണ്ടായിരിക്കും. 2 ലീഫും പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. ഈച്ച് നോഡ് ബിയേഴ്സ് 2 ലീവ്സ് ആൻഡ് ദാറ്റ് 2 ലീവ്സ് ആർ ഓപ്പോസിറ്റ് ഈച്ച് അതർ. ഓരോ നോഡിൽ നിന്നും 2 ലീഫ് വീതം വരുന്നുണ്ടായിരിക്കും. ആ 2 ലീഫുകളും പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് കോൾഡ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഓക്കെ, അപ്പോൾ അൾട്ടർനേറ്റ് ഫിലോടാക്സി ആണെങ്കിൽ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ്, ആ ലീഫുകൾ പരസ്പരം അൾട്ടർനേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓപ്പോസിറ്റ് ഫിലോടാക്സി ആണെങ്കിൽ ഈച്ച് നോഡ് ബിയേഴ്സ് 2 ലീവ്സ് ആൻഡ് ദാറ്റ് 2 ലീവ്സ് ആർ ഓപ്പോസിറ്റ് ടു ഈച്ച്, പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആ 2 ലീഫും അറേഞ്ച് ചെയ്ത് കാണുന്നുണ്ടാവുക. അടുത്തത് മൂന്നാമത്തത് വേൾഡ് ഫിലോടാക്സി. സോറി, ഓപ്പോസിറ്റിന് എക്സാമ്പിൾസ് പറഞ്ഞില്ല. ഓപ്പോസിറ്റ് ഫിലോടാക്സി എക്സാമ്പിൾ കാലോട്രോപ്പിസ് ഗോവ. ഗോവ എന്ന് പറഞ്ഞാൽ പേരൊക്കെയാണ്. കാലോട്രോപ്പിസ് പറഞ്ഞാൽ എരിക്ക് എന്ന് പറയുന്ന പ്ലാന്റാണ്. അതിലൊക്കെ നോക്കി നമുക്ക് കോമണായി എരിക്ക് നമ്മളിവിടെ എങ്ങനെ കണ്ടോളുന്നില്ല, ഒരു മെഡിസിനൽ പ്ലാന്റ് ആണത്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അത് വളർത്താറുണ്ട്. കുറച്ചൊരു ചൂടുള്ള കണ്ടീഷനിലാണ് സാധാരണയായിട്ട് അത് വളരാറ്. നമ്മുടെ നാട്ടിലും കാണുന്നുണ്ട്. ഓപ്പോസിറ്റ് അപ്പോൾ പേരക്കേൻ്റെ അത് കോമണായി കാണാം, നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരു നോഡിൽ 2 ലീഫ് ഉണ്ടായിരിക്കും, 2 ലീഫും പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. അതിൽ തെച്ചി ഇക്സോറ എന്ന് പറഞ്ഞ പ്ലാന്റ്, അതിൻ്റെ അകത്തും ഓപ്പോസിറ്റ് ഫിലോടാക്സിയാണ്. പക്ഷേ ടെക്സ്റ്റ് കൊടുത്ത എക്സാമ്പിൾ 2 ഉള്ളൂ, കാലോട്രോപ്പിസും ഗോവ. ഇവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫിലോടാക്സി കാണുന്നുണ്ടാവുക. അടുത്താണ് വേൾഡ് ഫിലോടാക്സി. വേൾഡ് ഫിലോടാക്സി ആണെങ്കിൽ ഒരു നോഡിൽ നിന്ന് മോർ ദാൻ 2 ലീഫ് ഉണ്ടായിരിക്കും. ഈച്ച് നോഡ് ബിയേഴ്സ് മോർ ദാൻ 2 ലീവ്സ് ആൻഡ് ദാറ്റ് ലീവ്സ് ആർ അറേഞ്ച്ഡ് അറൗണ്ട് ദി നോഡ്. ആ നോഡിൻ്റെ ചുറ്റുമായിട്ടായിരിക്കും ആ ലീഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഒരു നോഡിൽ നിന്ന് മോർ ദാൻ 2 ലീഫ് ഉണ്ടായിരിക്കും ആൻഡ് ദാറ്റ് ലീവ്സ് ആർ അറേഞ്ച് അറൗണ്ട് ദി നോഡ്. ആൻ എക്സാമ്പിളാണ് ആൾസ്റ്റോണിയ. ആൾസ്റ്റോണിയ എന്ന് പറയുന്നത് 7 ഇലം പാല എന്ന് പറയുന്ന പ്ലാന്റാണ്. ആ പേരിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഓരോ നോഡിൽ നിന്നും 7 ലീഫ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ എല്ലാ ലീഫും നോക്കി 7 ഉണ്ടായിക്കോളുന്നില്ല, ചിലതിൽ 6, 7 അങ്ങനെ രീതിയിൽ മാക്സിമം പോയാൽ 7 വരെ വരാം. അപ്പോൾ 7 അല്ലെങ്കിൽ 6 ആ രീതി. അപ്പോൾ 7 ഇലം പാല എന്ന് പേര് വരാൻ കാരണം ഒരു നോഡിൽ നിന്ന് അവിടെ 7 ലീഫ് വെച്ചുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അതേപോലെ വേറെ അരളി എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കോളാമ്പിപ്പൂ എന്ന് പറയുന്ന മഞ്ഞ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്, അവിടെയൊക്കെ ഈ വേൾഡ് ഫിലോടാക്സിയാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ പഠിക്കാനുള്ളത് ആൾസ്റ്റോണിയാണ്. അപ്പോൾ ഫിലോടാക്സി ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട്: അൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. അപ്പോൾ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം അത് ഏത് ടൈപ്പാണ്, അൾട്ടർനേറ്റ് ആണോ വേൾഡ് ആണോ. പിന്നെ എക്സാമ്പിൾസും ഓർത്ത് വെക്കാം. അൾട്ടർനേറ്റ്, വേൾഡ്. അപ്പോൾ എന്താ ഫിലോടാക്സി എന്ന് പറയുന്നത്? മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം. ഇറ്റ് ഈസ് കോൾഡ് ഫിലോടാക്സി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വിനേഷൻ പറഞ്ഞു, ടൈപ്സ് ഓഫ് ലീഫ്, സിമ്പിൾ, കോമ്പൗണ്ട്, കോമ്പൗണ്ട് 2 പിന്നേറ്റ്ലി കോമ്പൗണ്ടും പാമേറ്റ്ലി കോമ്പൗണ്ടും, പിന്നെ ഫിലോടാക്സിയും 3 ടൈപ്പ്: അൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലീഫിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ ലീഫിൻ്റെ നോർമൽ ഫങ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ്. വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടക്കുകയാണ് ലീഫിൻ്റെ ഫങ്ഷൻ. എന്നാൽ അത് കൂടാതെ ലീഫ് ചില അഡീഷണൽ ഫങ്ഷൻസ് ചില പ്ലാന്റ്സിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ലീഫ് ചില മോഡിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തൊട്ടുമ്പോൾ പഠിച്ച പോലെ തന്നെ റൂട്ടിൻ്റെ അകത്തുള്ളതുപോലെ സ്റ്റെമ്മിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ ലീഫിൻ്റെ അകത്തും ചില മോഡിഫിക്കേഷൻ കാണിക്കുന്നുണ്ട് ടു പെർഫോം സം അഡീഷണൽ ഫങ്ഷൻസ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ലീഫിൻ്റെ അകത്ത് കാണുന്ന മോഡിഫിക്കേഷൻസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലീഫ് ടെൻഡിൽ. നമ്മൾ നേരത്തെ സ്റ്റെമ്മിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെയാണ്. ദി ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ഹൈലി കോയിൽഡ് സ്ലെൻഡർ സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചർ. നേരത്തെ സ്റ്റെമ്മിൻ്റെ അകത്ത് കണ്ട ടെൻഡിലിനെ സ്റ്റെം ടെൻഡിലിനെ വിളിക്കുക. അത് എവിടുന്നാണ് മോഡിഫൈ ചെയ്തത്? ആക്സിലറി ബഡ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ടെൻഡിൽസ് ആയിരുന്നു. എന്നാൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ലീഫ് ഇവിടെ നിന്ന് ഇപ്പോൾ ലീഫ് ഉണ്ടാവേണ്ട, ഇവിടെ നിന്ന് ചിലപ്പം ഈ ഭാഗത്തേക്ക് ലീഫ് വരുന്നുണ്ടായിരിക്കും, ഈ ഭാഗത്തേക്ക് ലീഫ് വരേണ്ടതാണ്. ആ ലീഫ് മോഡിഫൈ ചെയ്ത് ടെൻഡിൽസായി മാറിയതായിരിക്കും. എന്തിനു വേണ്ടിയായിരിക്കും? അതിൻ്റെ സപ്പോർട്ടിംഗ് പ്ലാന്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സബ്സ്റ്റൻസിൻ്റെ മുകളിൽ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് മോഡിഫിക്കേഷൻ ഈസ് ഫോർ ക്ലൈംബിങ്. ക്ലൈംബ് ചെയ്യാൻ പറഞ്ഞതാണ് പറ്റി പിടിച്ച് വളർന്നു പോകാൻ വേണ്ടി. ക്ലൈംബിങ്ങിന് വേണ്ടിയായിരിക്കും ഈ ഒരു മോഡിഫിക്കേഷൻ കാണുന്നുണ്ടാവുക. എക്സാമ്പിൾ ചെയ്ത് പറയാം, പയറിൻ്റെ അകത്ത് ഇതാ കാണുന്നത്. അപ്പോൾ നമ്മൾ പയർ നട്ട് കഴിഞ്ഞാൽ അത് പടരാൻ വേണ്ടിയിട്ട്
ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കമ്പോ കുത്തി കൊടുക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ അത് ചുറ്റിപ്പിടിച്ച് പടർന്ന് പോകുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്? ഈ ഒരു ലീഫ് ടെൻഡലിൻ്റെ സഹായത്തോടു കൂടി. വേറെയും ചില പ്ലാന്റ്സ്, ഗ്ലോറിയോസ എന്ന് പറയും പ്ലാന്റ്സിൻ്റെ അകത്തൊക്കെ അവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഗ്ലോറിയോസ പ്ലാന്റിൻ്റെ ലീഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ലീഫ് ഉണ്ടാവും. ലീഫിന് ടിപ്പിലായിട്ടായിരിക്കും ആ ടെൻഡൽ ഉണ്ടാവുന്നത്. പയറിനകത്ത് അങ്ങനെയല്ല, ലീഫ് ഒന്നായിട്ട് മോഡിഫൈ ചെയ്ത് എന്തായി മാറുകയാണ്? ടെൻഡലായിട്ട് മാറുക ചെയ്യുന്നത്. അതേപോലെ അടുത്ത മോഡിഫിക്കേഷൻ സ്പൈൻസ്. എന്തിനു വേണ്ടിയായിരിക്കും സ്പൈൻസിൻ്റെ അകത്ത് ആയി മാറുന്നത്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ് ഫോർ പ്രൊട്ടക്ഷൻ. കാക്ടസ്, കള്ളിച്ചെടീൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ മാത്രമല്ല മറ്റൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. പഠിച്ചു എന്താണ്? ലീഫ് ഉണ്ടെങ്കിൽ അവിടെ ട്രാൻസ്പിരേഷൻ നടന്ന് പ്ലാന്റ്സിൻ്റെ അകത്തുള്ള വാട്ടർ കുറേ നഷ്ടപ്പെട്ടു പോകും. ആ വാട്ടറിൻ്റെ ലോസ് ഒഴിവാക്കാൻ വേണ്ടി ലീഫ് അങ്ങ് ഒഴിവാക്കുകയാണ്. അപ്പം രണ്ട് പർപ്പസിന് വേണ്ടി, ഒന്ന് പറയുന്നത് ഫോർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും മറ്റൊന്ന് പറയുന്നത് റെഡ്യൂസ് ട്രാൻസ്പിരേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ്. ഇപ്പോൾ രണ്ട് പർപ്പസാണ്, ഒന്ന് പ്രൊട്ടക്ഷനും മറ്റൊന്ന് റെഡ്യൂസ് വാട്ടർ ലോസ് എന്ന് പറയാം. വാട്ടർ ലോസ് കുറയ്ക്കാനും അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ. കാരണം കാക്ടസിൻ്റെ അകത്ത് ഫുൾ വാട്ടർ സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് തിന്നാൻ നല്ല ഫ്ലഷി ആയിട്ടുള്ള മെറ്റീരിയലാണത്. അപ്പോൾ അതുകൊണ്ട് ഗ്രേസിങ് ആനിമൽസൊക്കെ പെട്ടെന്ന് അതിന് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് മുകളിൽ നിറയെ മുള്ളുകളുള്ളത് കൊണ്ട് അത് ദേ ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം ദി ഗ്രേസിങ് ആനിമൽസ്. അതുപോലെ അടുത്താണ് ഫ്ലഷി ലീവ്സ്. ഫ്ലഷി ലീവ്സ് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ കാണുന്നത് ഫോർ ഫുഡ് സ്റ്റോറേജിനാണ്. എക്സാമ്പിൾ പറയുന്നത് ഒനിയൻ, അതേപോലെ ഗാർലിക്. ഉള്ളിയിലാണെങ്കിലും വെളുത്തുള്ളിയിലൊക്കെ തന്നെ ഇതിന് എക്സാമ്പിളാണ്. ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്കെയിൽ ലീവ്സ് ഫോർ ഫുഡ് സ്റ്റോറേജ്. ഉള്ളിനെ നമ്മൾ കറിയിൽ അരയ്ക്കുന്ന, നമ്മൾ കഴിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ശരിക്കും ലീഫാണ്. ആ ലീഫ് മോഡിഫൈ ചെയ്ത് സ്കെയിൽ ലീവ്സ് എന്ന് പറയുന്ന ആ ലീഫായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ അകത്താണ് അവിടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ലീഫിൻ്റെ അകത്ത് സ്റ്റെം മോഡിഫിക്കേഷനും ഉണ്ട്, നമുക്ക് പിന്നെ പഠിക്കാം. അപ്പം ലീഫിൻ്റെ അകത്ത് ലീഫ് മോഡിഫിക്കേഷൻ കാണുന്നു. അവിടെ ആ ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്കെയിൽ ലീവ്സ് ഫോർ ഫുഡ് സ്റ്റോറേജ് ആണ്. ഗാർലിക്, ഒനിയനൊക്കെ എക്സാമ്പിളാണ്. അടുത്താണ് ക്ലാഡോഫിൽ എന്ന് പറയുന്ന ഒരു മോഡിഫിക്കേഷൻ കാണുന്നുണ്ട്. ക്ലാഡോഫിൽ എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ കാണുന്നത് ഇതും ഒരു ഡ്രൈ കണ്ടീഷനിൽ വളരുന്ന പ്ലാന്റ്സിലുള്ള ഒരു അഡാപ്റ്റേഷനാണ്. നിങ്ങൾ അക്കേഷ്യ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ അക്കേഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ടാവും. അക്കേഷ്യയിലെ ഓസ്ട്രേലിയൻ അക്കേഷ്യ. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത വാട്ടർ ഡെഫിഷ്യൻ്റായ ഏരിയയിൽ വളരെ ലക്ഷൂറിയൻ ഗ്രോത്ത് നടത്താൻ കഴിവുള്ള പ്ലാന്റാണ്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും അതിന് കുഴപ്പമില്ല, കാരണം വെള്ളം ഇല്ലാത്ത കണ്ടീഷനിലും ജീവിക്കാൻ പറ്റും. അതായത് ഒരു പ്ലാന്റിനകത്ത് വെള്ളം എന്ന് പറയുക, വാട്ടറിൻ്റെ ലഭ്യത നല്ലോണം വേണ്ടി വരുന്നത് ലീഫിൻ്റെ ക്യാരക്ടർ അനുസരിച്ചാണ്. ലീഫ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ 98 or 97% വാട്ടറും ലീഫിലൂടെ നഷ്ടപ്പെടുത്തി കളയുക ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിൻ്റെ 2 to 3% മാത്രമേ ആ പ്ലാന്റ് അതിൻ്റെ ഫോട്ടോസിൻസിന് വേണ്ടിയിട്ട് മറ്റ് ലൈഫ് ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 97 or 98% വാട്ടറും ട്രാൻസ്പിരേഷനിലൂടെ അത് ഇവാപറേറ്റ് ചെയ്ത് പുറമേക്ക് വിട്ടുകളയുക ചെയ്യുന്നത്. അപ്പം കുറേ ലീഫുള്ള പ്ലാന്റ് ആണെങ്കിൽ ട്രാൻസ്പിരേഷൻ റേറ്റ് കൂടുതലായിരിക്കും, അതിനനുസരിച്ച് വെള്ളം കിട്ടിയാൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വാട്ടർ ലോസ് ഒഴിവാക്കാനുള്ള മെക്കാനിസം ഒരു പ്ലാന്റിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിന് വെള്ളം ഇല്ലാത്ത കണ്ടീഷനിലും അല്ലെങ്കിൽ കുറച്ച് വെള്ളം കിട്ടുന്ന കണ്ടീഷനിലും ജീവിക്കാൻ പറ്റും. ആ ഒരു അഡാപ്റ്റേഷൻ ഇതിൻ്റെ അകത്തുണ്ട്, അതവിടെ പറയും നമ്മൾ. ഇപ്പോൾ ക്ലാഡോഫിൽ എന്ന് പറയുന്ന ഇത് കാണുന്ന പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ഓസ്ട്രേലിയൻ അക്കേഷ്യ. ഓസ്ട്രേലിയൻ അക്കേഷ്യ എന്ന് പറയാൻ കാരണം അതിൻ്റെ നാറ്റീവ് പ്ലേസ് ഓസ്ട്രേലിയയാണ്, അതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ അക്കേഷ്യ പറയുന്നത്. ഇവിടെ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ലീഫാണ്. നമ്മൾ തൊട്ടാവാടിൻ്റെയൊക്കെ ലീഫ് പോലെ ലീഫാണ് അതിൻ്റെ അകത്ത് കാണുന്നുണ്ടാവുക. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ് നടുക്ക്, മെയിൻ ആക്സിസ് 2 സൈസിലായിട്ട് ലീഫിൻ്റെ അറേഞ്ച് കാണും. ഇങ്ങനെയുള്ള ഈ ലീഫിൻ്റെ അകത്ത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ലീഫൊക്കെ ഉണ്ടായി കുറച്ച് കാലം കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഈ ഭാഗം ഫുൾ അങ്ങോട്ട് ചീഞ്ഞു പോകും. ഏത് ഭാഗം? ഫുൾ ചീഞ്ഞു പോലെ ഡ്രൈ ആയി പോകും. ഈ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫൊക്കെ അങ്ങോട്ട് ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോയതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത്, ഇതിൻ്റെ ഈ ലാമിന ഉണ്ടല്ലോ, ഇവിടെയുള്ള ഈ ലീഫ് ലാമിന, ഈ ലീഫ് ലാമിന then it develops into the green flattened structure. ഈ ലീഫ് ലാമിന വളർന്ന് ഗ്രീൻ ഫ്ലാറ്റൻഡ് സ്ട്രക്ചറായി മാറും. കണ്ടാൽ ലീഫ് പോലെ തോന്നും, ശരിക്കും ലീഫല്ല. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്നവരാണ് ക്ലാഡോഫിൽ എന്ന് വിളിക്കുന്നത്. ക്ലാഡോഫിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഈസ് എ ഗ്രീൻ ഫ്ലാറ്റൻഡ് പീറ്റിയോളാണ്. ഗ്രീൻ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള പീറ്റിയോളിനെയാണ് വിളിക്കുന്നത് ക്ലാഡോഫിൽ എന്ന് വിളിക്കുന്നത്. കാരണം അവിടെ ലീഫ് ലാമിന ഉണ്ടാവും. ലീഫ് ലാമിന ഉണ്ടായി 1-2 ആഴ്ച നിൽക്കും. അത് കഴിഞ്ഞാൽ പാട് ലീഫ് ലാമിന അങ്ങോട്ട് ഈ 2 സൈഡിലായി കാണുന്ന ലാമിന ഉണ്ടല്ലോ, അതങ്ങ് ഡ്രൈ ആയിപ്പോവും. ഈ ഗ്രീൻ വരച്ച ഭാഗം ലാമിന, ആ ലാമിന അങ്ങ് ഡ്രൈ ആയിപ്പോവും. അത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫോട്ടോസിൻസ് നടക്കില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു ലീഫ് ലാമിനേൻ്റെ അകത്താണ് ഫോട്ടോസിൻസ് നടക്കുന്നത്. പിന്നെ വെറും പീറ്റിയോൾ മാത്രമേ, റാച്ചിസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആ റാച്ചിസ് അല്ലെങ്കിൽ പീറ്റിയോളാണ് പിന്നെ പരന്ന് എക്സ്പാൻഡ് സ്ട്രക്ചറായി മാറുന്നു. ഇതാണ്
ലീഫ്. അക്കേഷ്യൻ ലീഫ് ഇങ്ങനെ ഉണ്ട്, അവർ ഇങ്ങനെ വളഞ്ഞ ഷേപ്പ് ലീഫായിരിക്കും, ഇങ്ങനെ നിറയെ ലീഫ് ഉണ്ടാവും. ഇത് വെച്ച് ഫോട്ടോസിസ് നടത്തും. പക്ഷേ ഈ ലീഫിലൂടെ വാട്ടർ ലോസ് ഉണ്ടാവില്ല. കാരണം ഈ ലീഫിൻ്റെ അകത്ത് പിന്നെ പഠിക്കും, അനാട്ടമീനകത്ത് പഠിക്കും. ലീഫിൻ്റെ അകത്ത് സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ആ സ്റ്റൊമാറ്റയിലൂടെ ട്രാൻസ്പിറേഷൻ നടക്കുക. ആദ്യം ഇവിടെ ഈ നോർമൽ കണ്ടീഷൻ ആകുമ്പം നമ്മൾ നേരത്തെ കണ്ട പിന്നല്ലി കോമ്പൗണ്ട് ലീഫുള്ള അക്കേഷ്യ ആണെങ്കിൽ അവിടെ ട്രാൻസ്പിറേഷൻ നടന്ന് വാട്ടർ ലോസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ആ ലീഫ് ലാമിന പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകുന്നു. അതിനുശേഷം ഈ ഒരു PTOL ഡെവലപ്പ് ചെയ്ത് ഗ്രീൻ ഫ്ലാറ്റൻഡ് ഈ സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്യുന്നു. അവിടെ സ്റ്റൊമാറ്റ ഉണ്ടാവില്ല. സോ ഫോട്ടോസിസ് നടക്കും, പക്ഷേ എന്തുണ്ടാവില്ല, ട്രാൻസ്പിറേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ക്ലാഡോഫിൽ എന്ന് പറയുന്ന ഈ ഒരു മോഡിഫിക്കേഷൻ കാണുന്നത് എവിടെയാണെന്ന് ഓർക്കുക, എവിടെയാണ്, ഓസ്ട്രേലിയൻ അക്കേഷ്യൻ്റെ അകത്ത് കാണുന്ന ഒരു അഡാപ്റ്റേഷനാണ്. ഹിയർ ദ ലീഫ് ലാമിന ഈസ് ഷോർട്ട് ലിവിങ് ആയിരിക്കും. ദെൻ ദ PTOL ഈസ് മോഡിഫൈഡ് ഇൻ ടു ഗ്രീൻ ഫ്ലാറ്റൻഡ് സ്ട്രക്ചറായി മോഡിഫൈ ചെയ്യുന്നു. ദറ്റ് ഇസ് ഫോർ ഫോട്ടോസിൻസിന് വേണ്ടിയിട്ടാണ്. അടുത്തത് പിക്ചർ എന്ന് പറയുന്നൊരു സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ്. എന്താണ് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഇൻസെക്റ്റിനെ പിടിക്കാൻ കഴിവുള്ള ചില ചെടികളുണ്ട്. ഇൻസെക്റ്റിനെ പിടിക്കാനുള്ള കഴിവുള്ള, നിങ്ങൾ കിങ്ഡം പ്ലാന്റിൻ്റെ അകത്ത് അവിടെ പഠിച്ചിട്ടുണ്ടാകും, പാർഷ്യലി ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ചില പ്ലാന്റ്സ് ഉണ്ട്. അതായത് ഫോട്ടോസിൻസ്, ഇത് നോർമൽ ലീഫ് ഉണ്ട്, ഇത് ലീഫാണ്, നോർമൽ ലീഫ് ഉണ്ട്, അതിന് ഫോട്ടോസിൻസ് നടത്താൻ പറ്റും. അതോടൊപ്പം തന്നെ അത് ചില നൈട്രജൻ പോലെയുള്ള ന്യൂട്രിയൻസ് ശരിയായി കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ ടിപ്പിലായിട്ട് ഇറ്റ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ദിസ് ഇൻസെക്റ്റ് ട്രാപ്പിംഗ് സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചറിന്, ഈ ഒരു ബാസ്ക്കറ്റ് കൊട്ട പോലെ കാണുന്ന ഈ സ്ട്രക്ചറിനെയാണെന്ന് വിളിക്കുന്നത് പിക്ചർ എന്ന് വിളിക്കുന്നത്. ഇത് ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ദ ഇൻസെക്ട് ട്രാപ്പിംഗ് പിക്ചറായിട്ട് മോഡിഫൈ ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ അകത്ത് ഈ ഭാഗത്തൊരു ഭയങ്കര കൊഴുത്തൊരു ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും, ഒരു വിസ്കസ് ആയിട്ടോ ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പോൾ ഇതിന് പ്രത്യേക സ്മെല്ലുണ്ടായിരിക്കും, ഇൻസെക്റ്റിനൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ സ്മെല്ല് അടിച്ചിട്ട് ഇൻസെക്റ്റ് എല്ലാം വന്ന് ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നടക്കുന്ന സമയത്ത്, ഇവിടെ വന്ന് ഇരുന്ന് നടക്കുന്ന സമയത്ത് ഭയങ്കര സ്ലിപ്പറായിരിക്കും, വഴുക്കലായിരിക്കും, വഴുതി ഇതിൻ്റെ അകത്ത് വീഴും. ഇതിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇൻസെക്റ്റിന് പുറത്ത് വരാൻ പറ്റാൻ അതിൻ്റെ ചിറകൊക്കെ ഒട്ടിപ്പിടിച്ച് പോകും. പിന്നെ അവിടെ കിടന്ന് ചത്ത് ചീഞ്ഞ് ആ ന്യൂട്രിയൻസ് ഈ പ്ലാന്റ് അബ്സോർബ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പിക്ചർ എന്ന് പറയുന്ന ഈ ഒരു മോഡിഫിക്കേഷൻ, അപ്പോൾ എന്തിൻ്റെ മോഡിഫിക്കേഷൻ, ഈ ഒരു സ്ട്രക്ചർ എന്തിൻ്റെ മോഡിഫിക്കേഷനാണ്? ലീഫിൻ്റെ മോഡിഫിക്കേഷൻ. ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ദ ഇൻസെക്ട് ട്രാപ്പിംഗ് സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്യാൻ ഇറ്റ് ഈസ് കോൾഡ് പിക്ചർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലീഫ് മോഡിഫിക്കേഷൻസ്. ഇപ്പോൾ ലീഫ് മോഡിഫിക്കേഷൻ, ലീഫ് നോക്കാം, ഇതൊക്കെ ഒന്നുകൂടി നോക്കാം. ലീഫ് ടെൻഡിൽ എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്പൈൻസ് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. കാരണം കാക്ടസിൻ്റെ അകത്താണ്. ഫ്ലഷി ലീവ്സ് ഫോർ ഫുഡ് സ്റ്റോറേജ്, അത് കാണുന്നത് ഒനിയൻ, അതേപോലെ ഗാർലിക്കിൻ്റെ അകത്ത് കാണുന്നു. ക്ലാഡോഫിൽ, അത് ഫോട്ടോസിൻസ്, ലീഫ് ലാമിന ഷോർട്ട് ലിവിങ് ആയതുകൊണ്ട് ലീഫ് ലാമിന ഡ്രൈ ആയി പോയതിന് ശേഷം പിന്നെ അവിടെ ഫോട്ടോസിൻസ് നടക്കാൻ വേണ്ടി ലീഫ് ഫ്രാക്ചസ് ഓർ PTOL ഈസ് മോഡിഫൈഡ് ഇൻ ടു ഗ്രീൻ ഫ്ലാറ്റൻഡ് സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ പിക്ചർ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് ഹിയർ ദ ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ദ ഇൻസെക്ട് ട്രാപ്പിംഗ് പിക്ചറായിട്ട് മോഡിഫൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ്. ഇത്രയാണ് അപ്പോൾ ലീഫുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ടേമാണ് ഇൻഫ്ലോറസൻസ്. ഇത് ഫ്ലവറുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. ഇൻഫ്ലോറസൻസ് മീൻസ് നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ചില പ്ലാന്റ്സിൻ്റെ അകത്ത് സിംഗിളായിട്ട് ആ ഫ്ലവേഴ്സ് കാണുന്നുണ്ടാവുക, സോളിറ്ററി ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ചെമ്പരത്തി നോക്കുകയാണെങ്കിൽ അവിടെ ഓരോരോ ഫ്ലവേഴ്സാണ് കാണുന്നുണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾ കണിക്കൊന്നേൻ്റെ അകത്തോ അല്ലെങ്കിൽ മാവിൻ്റെ ഫ്ലവറോ അല്ലെങ്കിൽ പിന്നെ തെങ്ങിൻ്റെ ഫ്ലവർ, ഇങ്ങനത്തെ ഫ്ലവറൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഫ്ലവേഴ്സ് കൊലയായിട്ടാണ്, തെങ്ങിന് കൊലയായിട്ടാണ് കാണുന്നുണ്ടാവുക. കവുങ്ങിൻ്റെ അകത്ത് കൊലയായിട്ടാണ് കാണുന്നത്. അതേപോലെ കണിക്കൊന്നേൻ്റെ അകത്ത്, അതുപോലെ മാവിലൊക്കെ ഫ്ലവേഴ്സ് കൊലയായിട്ടാണ് കാണുന്നുണ്ടാവും, ഗ്രൂപ്പായിട്ടാണ് കാണുന്നുണ്ടാവും. ഇങ്ങനെ ഫ്ലവേഴ്സ് ഗ്രൂപ്പായിട്ട് കാണുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന ഇൻഫ്ലോറസൻസ്. അത് ഒരു പ്രത്യേക പാറ്റേൺ, നമ്മൾ തോന്നിയ പോലെയല്ല ഫ്ലവേഴ്സ് ഉണ്ടാവുക. ഓരോ പ്ലാന്റ്സിൻ്റെ അകത്തും ഓരോ പ്രത്യേക പാറ്റേണിലാണ് ഫ്ലവേഴ്സ് ഗ്രൂപ്പായിട്ട് ഒരു കൊലയായിട്ട് കാണുന്നുണ്ടാവുക. ആ ഒരു പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലോറസൻസ് പറയുന്നത്. ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ്. ഫ്ലവേഴ്സിന് അതിൻ്റെ ആക്സിസിലുള്ള അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു മോഡ്, ആ പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലോറസൻസ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിലും ഉണ്ടായിക്കോളുന്നില്ല. ചില ഫ്ലവേഴ്സ് സോളിറ്ററി സിംഗിൾ ഫ്ലവേഴ്സായി കാണുന്നുണ്ടാവുക. അത് ഗ്രൂപ്പായിട്ട് കാണുകയാണെങ്കിൽ ദർ ഇസ് എ സ്പെസിഫിക് പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഫോർ ദാറ്റ് ഫ്ലവേഴ്സ്. ദാറ്റ് പാറ്റേൺ ഈസ് കോൾഡ് ഇൻഫ്ലോറസൻസ് വിളിക്കുന്നു. മെയിൻലി ദർ ആർ 2 types ഓഫ് ഇൻഫ്ലോറസൻസ്, റെസിമോസ് ഇൻഫ്ലോറസൻസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആണുള്ളത്. ഒന്ന് റെസിമോസ് ഇൻഫ്ലോറസൻസും മറ്റൊന്ന് സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ്. റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ അക്രോപെറ്റൽ സക്സഷൻ എന്നാണ് പറയുന്നത്. ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ അക്രോപെറ്റൽ സക്സഷൻ. അക്രോപെറ്റൽ സക്സഷൻ മീൻസ് ഇതിപ്പം ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം ഫ്ലവർ ഉണ്ടാവുക ബേസൽ റീജിയനിലായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ഫ്ലവർ രണ്ടാമത് ഇവിടെ വരും, 3 ഇവിടെ ആയിരിക്കും. ദെൻ അടുത്ത ഫ്ലവർ ഇവിടെ,
ഇങ്ങനെ യങ് ഫ്ലവേഴ്സ് ടിപ്പിലേക്കും ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലേക്കും, ഇവിടെ ഓൾഡർ ഫ്ലവറാണ്, ഇവിടെ യങ് ഫ്ലവറാണ്. യങ് ഫ്ലവേഴ്സ് ടിപ്പിലേക്കും ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലേക്കുമായിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സിനെ വിളിക്കുന്ന പേരാണ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. ആൻഡ് ടെക്നിക്കലി നമുക്ക് വിളിക്കും അക്രോപെറ്റൽ സക്സഷൻ എന്ന് വിളിക്കും. അപ്പോൾ അക്രോപെറ്റൽ സക്സഷൻ മീൻസ് ഇത് യങ്ങർ ഫ്ലവേഴ്സ് ആർ അറേഞ്ച് ടുവേർഡ്സ് ടിപ്പ് ആൻഡ് ഓൾഡർ ഫ്ലവേഴ്സ് ടുവേർഡ്സ് ബേസ്. ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലേക്കും യങ് ഫ്ലവേഴ്സ് ടിപ്പിലേക്കായിട്ട് കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അക്രോപെറ്റൽ സക്സഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ബേസിപെറ്റൽ സക്സഷൻ. ഈ ബേസിപെറ്റൽ സക്സഷൻ കാണുന്നതാണ് സൈമോസിൻ്റെ അകത്ത്. ഇവിടെ ഏറ്റവും ഓൾഡർ ഫ്ലവർ ടോപ്പിലായിരിക്കും, യങ് ഫ്ലവർ ബേസിലായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് ഇവിടെ ഫ്ലവർ ഉണ്ടായി, അടുത്ത ഫ്ലവർ രണ്ടാമത്തത് ഇതിൻ്റെ സൈഡിലെ ബ്രാഞ്ചിൽ നിന്ന് ഇവിടെ വന്നു. ഇനി മൂന്നാമത്തെ ഫ്ലവർ ഉണ്ടാവുക ഇവിടെ ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രാഞ്ച് വന്ന് മൂന്നാമത്തത് ഇവിടെ വരും. അടുത്തത് നാലാമത്തെ ഫ്ലവർ ഉണ്ടാവുക എവിടെയായിരിക്കും എന്ന് പറയുക ഇതിൻ്റെ മുകളിൽ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ഏത് ബ്രാഞ്ച് നമ്മൾ എടുത്ത് നോക്കിയാലും ഫസ്റ്റ് ഇവിടെ, അതിനുശേഷം ഇവിടെ, അതിനുശേഷം ഇവിടെ, ഈ രീതിയിലായിരിക്കും. അപ്പോൾ യങ് ഫ്ലവേഴ്സ് ബേസിലേക്കും ഓൾഡർ ഫ്ലവേഴ്സ് മുകളിലേക്കായിട്ട് കാണുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ബേസിപെറ്റൽ സക്സഷൻ. യങ് ഫ്ലവേഴ്സ് ടിപ്പിലും ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലുമായി കാണുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ബേസിപെറ്റൽ അക്രോപെറ്റൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണെങ്കിൽ അക്രോപെറ്റൽ സക്സഷൻ ആണ്, സൈമോസ് ഇൻഫ്ലോറസൻസ് ആണെങ്കിൽ എന്ന് പറയാം ബേസിപെറ്റൽ സക്സഷൻ ആയിരിക്കും കാണുന്നുണ്ടാവുക. ഇനി എക്സാമ്പിൾസ് നോക്കാം. റെസിമോസ് ഇൻഫ്ലോറസൻസിന് എക്സാമ്പിളാണ് കേഷ്യ. ശരിക്കും ഫുൾ നെയിം കേഷ്യ ഫിസ്റ്റുല എന്നാണ്, കണിക്കൊന്നയാണ് ഉദ്ദേശിക്കുന്നത്. കണിക്കൊന്നൻ്റെ സയൻറ്റിഫിക് നെയിം കേഷ്യ ഫിസ്റ്റുല എന്നാണ്. ടെക്സ്റ്റ് കൊടുത്ത് കേഷ്യ എന്നേ കൊടുത്തിട്ടുള്ളൂ. അവിടെ ഈ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. അതൊരു മാംജിഫറ, മാംഗോൻ്റെ അകത്ത് കാണുന്നതും റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. സൈമോസിന് എക്സാമ്പിൾ പഠിക്കാനുള്ളത് ജാസ്മിൻ, മുല്ലേൻ്റെ അകത്ത് കാണുന്ന ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ്. അപ്പോൾ ഇൻഫ്ലോറസൻസ് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് ഈസ് കോൾഡ് ഇൻഫ്ലോറസൻസ് വിളിക്കുന്നു. ദെൻ മെയിൻലി ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇൻഫ്ലോറസൻസ്, റെസിമോസ് ഉണ്ട്, സൈമോസ് ഉണ്ട്. റെസിമോസ് ആണെങ്കിൽ അക്രോപെറ്റൽ സക്സഷൻ, സൈമോസ് ആണെങ്കിൽ ബേസിപെറ്റൽ സക്സഷൻ. ഒരു ടൈം ഓർത്ത് വെക്കുക. ഈ ഇൻഫ്ലോറസൻസിൻ്റെ അകത്തുള്ള ഫ്ലവറിൻ്റെ മെയിൻ ആക്സിസ് ഉണ്ടല്ലോ, ദിസ് മെയിൻ ആക്സിസ് ഓഫ് എൻ ഇൻഫ്ലോറസൻസ് ഈസ് കോൾഡ് പിഡങ്കിൾ എന്നാണ് വിളിക്കുക. പിഡങ്കിൾ ഇൻഫ്ലോറസൻസിൻ്റെ ഇവിടെയാണെങ്കിൽ ഇത് ഇൻഫ്ലോറസൻസിൻ്റെ ആ ഒരു മെയിൻ ആക്സിസ് ഉണ്ട്, മെയിൻ തണ്ട്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പിഡങ്കിൾ എന്ന് വിളിക്കുന്നു. ആ പിഡങ്കിളിൻ്റെ മുകളിലായിരിക്കും ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കാണുന്നുണ്ടാവുക. ഇനി റെസിമോസിൻ്റെ അകത്ത് തന്നെ പിന്നെയും 6 ടൈപ്പ് വരുന്നുണ്ട്. സൈമോസിൻ്റെ അകത്തും പിന്നെയും ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ പഠിക്കാനില്ല, ജസ്റ്റ് ബ്രീഫായിട്ട് 2 ടൈപ്പിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, റെസിമോസ് ഇൻഫ്ലോറസൻസും സൈമോസ് ഇൻഫ്ലോറസൻസും. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ആൻജിയോസ്പേമിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഫ്ലവറിനകത്താണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അപ്പം ഫ്ലവർ ഈസ് ദി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ആൻജിയോസ്പേം എന്ന് വിളിക്കും. ഇപ്പോൾ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? നമുക്കറിയാം സ്റ്റെമ്മിൻ്റെ മുകളിൽ നിന്ന് നോഡിൽ നിന്നാണ് ലീഫും ബ്രാഞ്ചും ഫ്ലവറും ഒക്കെ എറൈസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ നോഡിൽ നിന്നായിരിക്കും ഒരു ഫ്ലവർ എറൈസ് ചെയ്യുക. ഈ ഓരോ ഫ്ലവറിനും ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആ സ്റ്റോക്കിനെ വിളിക്കുന്നവരാണ് പെഡിസൽ എന്ന് വിളിക്കും. ഒരു തണ്ടിൻ്റെ, ഇപ്പോൾ ചെമ്പരത്തിയൊക്കെ ഉണ്ട്, ഒരു തണ്ടിൻ്റെ മുകളിലായിരിക്കും ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ചില ഇതിൽ ആ ഒരു പെഡിസൽ ഉണ്ടായിക്കോളാം എന്നില്ല, സ്റ്റോക്ക് ഉണ്ടായിക്കോളാം എന്നില്ല. പക്ഷേ ഒട്ടുമിക്ക ഫ്ലവേഴ്സിൻ്റെ അകത്തും ദർ ഇസ് എ സ്റ്റോക്ക്. ദ സ്റ്റോക്ക് ഓഫ് എ ഫ്ലവർ ഈസ് കോൾഡ് പെഡിസൽ എന്ന് വിളിക്കുന്നത്. പെഡിസലിൻ്റെ ഒരു ഭാഗം സ്റ്റെമ്മുമായി അറ്റാച്ച്ഡ് ആയിരിക്കും, നോഡൽ റീജിയൻ അറ്റാച്ച്ഡ് ആയിരിക്കും. മറ്റേ ഭാഗം കുറച്ചിങ്ങനെ വീർത്തിട്ടായിരിക്കും ഉണ്ടാവുക. ദി സൊള്ളൻ എൻഡ് ഓഫ് ദിസ് പെഡിസൽ ഈസ് കോൾഡ് തലാമസ് എന്ന് പറയുന്നു. ഈ സൊള്ളൻ എൻഡ് എന്ന് വിളിക്കും, തലാമസ് എന്ന് വിളിക്കുന്നു. ഈ തലാമസിൻ്റെ മുകളിലാണ് ഫ്ലവറിൻ്റെ മറ്റ് പാർട്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട്, ഇതവിടെ വരച്ച് നോക്കുക, ഇത് ഫ്ലവറിൻ്റെ പാർട്സിൻ്റെ ഒരു ഡയഗ്രമാണ്. ഇവിടെ ഇതാണ് തലാമസ് പറയുന്നത്. ഇങ്ങോട്ട് വന്ന് പെഡിസൽ ഉണ്ടാവും. ഈ തലാമസിൻ്റെ മുകളിലാണ് ഫ്ലവേഴ്സിൻ്റെ പാർട്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് എന്തുണ്ടാകുന്നത്? ഫ്ലവർ ഉണ്ടാകുന്നത്. അതിന് ഫ്ലോറൽ വേൾഡ്സ് എന്നാണ് വിളിക്കുക. ഒരു ഫ്ലവറിൻ്റെ അകത്ത് 4 ഫ്ലോറൽ വേൾഡ്സ് ആണുള്ളത്: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനേഷ്യം. ഇങ്ങനെ ഈ 4 ഫ്ലോറൽ വേൾഡ്സും അറേഞ്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ തലാമസിൻ്റെ മുകളിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഒരു ഫ്ലവർ ഉണ്ടാകുന്നത്. ഇത് അറിയണമെങ്കിൽ നമുക്കൊരു ചെമ്പരത്തീൻ്റെ ഫ്ലവർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഓരോരോ പാർട്സായിട്ട് റിമൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പെഡിസലിൻ്റെ ടിപ്പ് ശരിക്കും ഇങ്ങനെ സൊള്ളനായിട്ട് കാണാം. കുറച്ച് വീർത്ത് കാണുന്നുണ്ടായിരിക്കും, ഇങ്ങനെ കുറച്ച് വീർത്ത് കാണും. ആ വീർത്ത് കാണുന്ന ആ സൊള്ളനായിട്ടുള്ള എൻഡിനെ തലാമസ് വിളിക്കുന്നത്. അതിൻ്റെ മുകളിലായിരിക്കും അതിൻ്റെ ഓരോ പാർട്സും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. വളരെ ക്ലിയറായി നമുക്ക് ചെമ്പരത്തിയിൽ അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ പെഡിസലിൽ സ്റ്റെമ്മുമായി അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത്
ചില ഫ്ലവേഴ്സിൻ്റെ അകത്ത് ദർസ് എ സ്പെഷ്യൽ സ്ട്രക്ചർ, ഒരു ഗ്രീൻ ചെറിയ ലീഫ് പോലെ ചെറിയ സ്ട്രക്ചർ കാണാൻ പറ്റും. ഇറ്റ് ഈസ് കോൾഡ് ബ്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലീഫിൻ്റെ അകത്ത് സ്റ്റിപ്യൂൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ലീഫിൻ്റെ അകത്ത് സ്റ്റിപ്യൂൾ പറഞ്ഞതുപോലെ ചില ഫ്ലവേഴ്സിൻ്റെ അകത്ത് ഈ ലീഫ് പോലെയുള്ള ചെറിയൊരു ഔട്ട് ഗ്രോത്ത്, ചെറിയൊരു സ്ട്രക്ചർ എവിടെ കാണാൻ പറ്റും? ഈ പെഡിസൽ എറേസ് ചെയ്യുന്ന ഭാഗത്ത്, സ്റ്റെമ്മിൽ നിന്ന് പെഡിസൽ എറേസ് ചെയ്യുന്ന ഭാഗത്ത് ചെറിയ ഔട്ട് ഗ്രോത്ത് ഇവിടെ കാണാൻ പറ്റും. ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ബ്രാക്റ്റ് എന്ന് വിളിക്കുന്നു. ബ്രാക്റ്റ് ഉള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ അതിനെ ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ എന്ന് വിളിക്കും. ഇതൊന്നും എല്ലാ ഫ്ലവേഴ്സിലും ഉണ്ടായിക്കോളണം എന്നില്ല, ചിലതിൻ്റെ അകത്തേ ഉണ്ടാവുള്ളൂ. ബ്രാക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ബ്രാക്റ്റിയേറ്റ് എന്നും, ബ്രാക്റ്റ് ഇല്ലെങ്കിൽ അതിനെ ഈ ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ എന്നും വിളിക്കുന്നുണ്ട്. ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഫ്ലവർ വിത്ത് ബ്രാക്റ്റ് ആണ്. വിത്തൗട്ട് ബ്രാക്റ്റ് ആണെങ്കിൽ ഈ ബ്രാക്റ്റിയേറ്റ് എന്ന് വിളിക്കും. അതൊക്കെ ഫ്ലവറിൻ്റെ നമുക്ക് ഈ ചാപ്റ്ററിന് ലാസ്റ്റിലേക്ക് പഠിക്കാനുണ്ട്. ഒരു ഫ്ലവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഏത് ഫാമിലിയിൽ വരുന്ന ഫ്ലവർ ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ചില ഫാമിലീൻ്റെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ ബ്രാക്റ്റ് അല്ലെങ്കിൽ ബ്രാക്റ്റിയോൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചില പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചറായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ബ്രാക്റ്റിൻ്റെ പ്രസൻസും ആബ്സൻസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ടൈം പഠിക്കുന്നത്. അപ്പോൾ ഈ പെഡിസലിൽ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ദർ ഇസ് എ സ്മോൾ ഗ്രീൻ ഔട്ട് ഗ്രോത്ത്, ലീഫ് പോലെ തന്നെ ചെറിയൊരു ഔട്ട് ഗ്രോത്ത് ആയിരിക്കും. അത് നമ്മൾ വിളിക്കുന്നവരെ ബ്രാക്റ്റ് എന്ന് വിളിക്കുന്നു. അതുണ്ടെങ്കിൽ ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ, ഇല്ലെങ്കിൽ ഈ ബ്രാക്റ്റിയേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നു. ഈ ഒരു ഫ്ലവറിൻ്റെ വേർഡ്സ് പറഞ്ഞു, 4 വേർഡ്സാണ്: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗനീഷ്യം. ഇനി ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ മുറിച്ച് വെച്ച പോലെ ഒരു വ്യൂ, എങ്കിലേ നമുക്ക് അതിൻ്റെ ഓരോ വേർഡ്സും എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ഫ്ലവർ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും പുറമേ ആയിട്ട് ഫസ്റ്റ് കാണുന്ന വേളാണ് കാലിക്സ് പറയുന്നത്. സാധാരണ ഇത് ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. ഇപ്പോൾ ചെമ്പരത്തിക്കാണ്, ചെമ്പരത്തീൻ്റെ അവിടെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാം. കണ്ടില്ല, ഇങ്ങനെയുള്ള ഗ്രീൻ കളറിലെ സ്ട്രക്ചർ, ഇതാണ് അതിൻ്റെ കാലിക്സ് എന്ന് വിളിക്കുന്നത്. മുറിച്ച് വെച്ച് ക്രോസ് സെക്ഷൻ എടുത്ത വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുറമേ ആയിട്ട് കാണുന്ന ഈ ഒരു ഗ്രീൻ കളറിൽ, സാധാരണ ഗ്രീൻ കളറായിരിക്കും, ആ വേളിനെയാണ് വിളിക്കുന്നത് കാലിക്സ് എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് കാണുന്ന പൂവിൻ്റെ ഇതൾ, അതിനാണ് കൊറോള എന്ന് വിളിക്കുന്നത്. പെറ്റൽ, പൂവിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഭാഗമാണ് കൊറോള എന്ന് വിളിക്കുന്നത്. അതാണ് തൊട്ടടുത്ത മുകളിലുണ്ടാവുക, കൊറോള കാണുന്നത്. അതും കഴിഞ്ഞ് തൊട്ട് മുകളിലാണ് ആൻഡ്രീഷ്യം എന്ന് വിളിക്കുന്നത്. ഈ ആൻഡ്രീഷ്യം എന്ന് പറയുന്നതാണ് ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഏത്? ആൻഡ്രീഷ്യം. മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയാം. മെയിൽ സെക്സ് ഓർഗനാണ് ആൻഡ്രീഷ്യം എന്ന് വിളിക്കുന്നത്. അതിങ്ങനെ ഇതിൻ്റെ കൊറോളയും തൊട്ട് മുകളിൽ നിന്നായിരിക്കും അത് വരുന്നുണ്ടാവുക. അതും കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഈ ഭാഗം, ഏറ്റവും മുകളിലായിട്ട് ബ്ലാക്കിൽ വരച്ചിരിക്കുന്ന ഈ സ്ട്രക്ചറിനെയാണ് ഗൈനീഷ്യം എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഏത്? ഗൈനീഷ്യം. ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, ദെൻ കൊറോള, കാലിക്സ് കാണുന്നത്. ഈ 4 വേർഡ്സും ചേർന്നാണ് ഒരു ഫ്ലവർ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഫ്ലവറിൻ്റെ അകത്ത് ചിലപ്പോൾ എല്ലാ വേർഡ്സും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളൊരു മത്തൻ്റെ ഫ്ലവർ നോക്കുകയാണെങ്കിൽ അവിടെ ഫ്ലവറിൻ്റെ അകത്ത് കാലിക്സ് ഉണ്ടാവും, കൊറോള ഉണ്ടാവും. ഇത് ഐദർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം, ഒന്നുകിൽ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം ഉണ്ടാവും. കാരണം മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും വേറെ വേറെയാണ്. ഇവിടെ ഞാൻ വരച്ച ഈ ഡയഗ്രത്തിൻ്റെ അകത്ത് മെയിലും ഫീമെയിലും ഒറ്റ ഫ്ലവറിൻ്റെ അകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. തെങ്ങിൻ്റെ ഫ്ലവർ നോക്കുകയാണെങ്കിൽ അവിടെ മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് വേറെ വേറെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ അകത്ത് ഈ 4 വേർഡ്സും കാണുന്നുണ്ടെങ്കിൽ, ഈ 4 വേർഡ്സും ഒരു ഫ്ലവറിൻ്റെ അകത്ത് കാണുന്നുണ്ടെങ്കിൽ അത്തരം ഫ്ലവറിനെ വിളിക്കും കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വിളിക്കും. കംപ്ലീറ്റ് ഫ്ലവർ, എ ഫ്ലവർ വിത്ത് 4 ഫ്ലോറൽ വേൾഡ്സ്. ഒരു ഫ്ലവറിൻ്റെ അകത്ത് ഈ 4 ഫ്ലോറൽ വേൾഡ്സും ഉണ്ടെങ്കിൽ, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഈ 4 ഫ്ലോറൽ വേൾഡ്സും കാണുന്നുണ്ടെങ്കിൽ ആ ഫ്ലവറിനെ വിളിക്കുന്ന പേരാണെന്ത്? കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വിളിക്കും. ഏതെങ്കിലും ഒന്ന് മിസ്സിങ് കാണിച്ചാൽ വിളിക്കും ഇൻകംപ്ലീറ്റ് ഫ്ലവർ എന്ന് വിളിക്കാം നമുക്ക്. ഇനി അടുത്ത ശ്രദ്ധിക്കുന്ന കാര്യം, ഒരു ഫ്ലവറിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. ആൻഡ്രീഷ്യമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ അകത്ത് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ പ്രസൻറ്റ് ആണെങ്കിൽ സച്ച് ഫ്ലവേഴ്സ് ആർ കോൾഡ്, അപ്പോൾ എന്ത് വിളിക്കാം? നമുക്കതിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കും. ബൈസെക്ഷൽ, എ ഫ്ലവർ വിത്ത് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, ഇറ്റ് ഈസ് കോൾഡ് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്ന ചെമ്പരത്തീൻ്റെ അകത്ത് ബൈസെക്ഷൽ ഫ്ലവേഴ്സാണ്, തെച്ചീൻ്റെ അകത്ത് ബൈസെക്ഷൽ ഫ്ലവേഴ്സാണ്, പേരക്കേൻ്റെ അകത്ത് ബൈസെക്ഷൽ ഫ്ലവേഴ്സാണ്, ഇവിടെയൊക്കെ ബൈസെക്ഷൽ ഫ്ലവേഴ്സാണ്. റോസ്, ചെമ്പരത്തിയൊക്കെ അതാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ മത്തൻ അല്ലെങ്കിൽ കോക്കനട്ട് അവിടെയൊക്കെ കാണുന്നത്, കുക്കുംബർ, അതേപോലെ കോക്കനട്ടിൻ്റെ അകത്ത് കാണുന്നത് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും വേറെ വേറെ ആയിരിക്കും. പടവലം, കയ്പ, അതിലൊക്കെ അത് വരുന്ന കുക്കുർബിറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നതാണ്. അതിൻ്റെ അകത്തൊക്കെ മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും വേറെ വേറെ ആയിരിക്കും. അത്തരം ഫ്ലവേഴ്സിനെ വിളിക്കുന്ന പേരാണ് യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കും. യൂണിസെക്ഷൽ,
എ ഫ്ലവർ വിത്ത് ഐദർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം. ഒന്നുകിൽ ആൻഡ്രീഷ്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഗൈനീഷ്യം, രണ്ടും ഒരിക്കലും ഒരുമിച്ച് കാണില്ല. എ ഫ്ലവർ വിത്ത് ഐദർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത് യൂണിസെക്ഷ്വൽ ഫ്ലവേഴ്സ്. എ ഫ്ലവർ വിത്ത് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇറ്റ് ഈസ് കോൾഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നു. ഇനി ഒരു ഫ്ലവറിൻ്റെ അകത്ത് ഫ്ലവറിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു എന്താണ്? റീപ്രൊഡക്ഷനാണ്, സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഒരു ഫ്ലവറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലവറിൻ്റെ അകത്ത് 4 ഫ്ലോറൽ വേൾഡ്സ് എന്ന് പറഞ്ഞു, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ ഇതിൽ ഏത് മാത്രം മതി? ഈ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും മാത്രം മതി ശരിക്കും നടക്കാൻ. മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ടെങ്കിൽ അത് മാത്രം മതി നടക്കാൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇതിനെ വിളിക്കും എസെൻഷ്യൽ വേൾ എന്ന് വിളിക്കും. ഒരു ഫ്ലവറിൻ്റെ അകത്തുള്ള എസെൻഷ്യൽ വേൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ്. അപ്പോൾ ഇതിനെ നമുക്കെന്ത് വിളിക്കാം? കാലിക്സിനെയും കൊറോളയും നമുക്കെന്ത് വിളിക്കാം? നോൺ എസെൻഷ്യൽ വേൾ എന്ന് വിളിക്കാം. അത്ര അത്യാവശ്യമുള്ളതൊന്നും അല്ലാതെ. അതായത് നമ്മൾ അഡ്വാൻസ്ഡ് ആയ ഫ്ലവേഴ്സ് നോക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഡൈക്കോട്ടോ മോണോക്കോട്ടോ ആണ് ഏതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് പ്ലാന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏറ്റവും അഡ്വാൻസ്ഡ് മോണോക്കോട്ടാണ്. ഇപ്പോൾ നമ്മളൊരു നെല്ലും ഒരു പ്ലാവും അല്ലെങ്കിൽ ഒരു മാവും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരു നെല്ലും ഒരു മാവും കൂടി കമ്പയർ ചെയ്യാൻ കരുതുക. ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ഏതാണെന്ന് നമ്മൾ കരുതുക? ഏതായിരിക്കും ഏറ്റവും അഡ്വാൻസ്ഡ്? ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് നെല്ലാണ്. ഇപ്പം അല്ലെങ്കിൽ ചെമ്പരത്തിയും ഒരു നെല്ലും കമ്പയർ ചെയ്യുമ്പം അഡ്വാൻസ്ഡ് ഗ്രാസസ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നെല്ലിൻ്റെ ഒരു ഫ്ലവർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ കാലിക്സും കൊറോളയൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ആൻഡ്രീഷ്യം ഗൈനീഷ്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം അത് മതി. ഫ്ലവറിൻ്റെ അകത്ത് ഫ്ലവറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റീപ്രൊഡക്ഷനാണ്. അത് നടക്കാൻ എന്ത് മതി? ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഒക്കെ മതി. അപ്പോൾ നമുക്ക് പിന്നെ വിശദമായിട്ട് പിന്നെ പഠിക്കാനെ പറ്റിയിട്ട്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ അകത്ത് എസെൻഷ്യൽ വേൾ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ്. നോൺ എസെൻഷ്യൽ വേൾ എന്ന് പറയുന്നതാണ് ഏത്? കാലിക്സും കൊറോളയും. എന്തിനായിരിക്കും ഫ്ലവേഴ്സ് കാലിക്സും കൊറോളയും കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം ചില ഫ്ലവേഴ്സ് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, ഭയങ്കര ഷോയി ആയിരിക്കും, നല്ല സ്മെല്ലുണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയായിരിക്കും? ഇറ്റ് ഈസ് ടു അട്രാക്ട് ദെയർ പോളിനേറ്റേഴ്സ്. പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു പോളിനേഷൻ തന്നെ പല രീതിയിലുണ്ടെങ്കിൽ +2 എത്തി പഠിക്കും. പോളിനേഷൻ പല രീതിയിലുണ്ട്. വിൻഡ് വഴി പോളിനേഷൻ നടക്കുന്നത്, ഇൻസെക്റ്റ് വഴി, ബേഡ്സ് വഴി, അങ്ങനെ പല രീതിയിൽ പോളിനേഷൻ ഉണ്ട്. ഇപ്പം ഒരു ഇൻസെക്റ്റ് വഴി അല്ലെങ്കിൽ ബേഡ്സ് വഴി ഒക്കെ പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സ് ആണെങ്കിൽ സച്ച് ഫ്ലവേഴ്സ് ആർ ഹൈലി ഷോയി ആയിരിക്കും, നല്ല അട്രാക്റ്റീവ് ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, നല്ല സ്മെല്ലുണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഒരു കാറ്റ് വഴി പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സ് ആണെങ്കിൽ അവിടെ ഈ ഒരു പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അത്തരം ഫ്ലവേഴ്സിൻ്റെ അകത്ത് കാലിക്സും കൊറോളയും ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരു ഫ്ലവറിൻ്റെ അകത്ത് അട്രാക്ഷൻ കൊടുക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കാലിക്സും കൊറോളയാണ്. അല്ലെ, ചെമ്പരത്തി, റോസും ഒക്കെ. കാരണം അതിൻ്റെ ആ കാലിക്സോ അല്ലെങ്കിൽ കൊറോള ആയിരിക്കും അട്രാക്ഷൻ കൊടുക്കുന്നത്. അപ്പം ഈ കാലിക്സും കൊറോളയും അത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ല വിൻഡ് പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സിൻ്റെ അകത്തൊന്നും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിശദമായി പിന്നെ നമുക്ക് +2 എത്തി പഠിക്കും, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അവിടെ പഠിക്കാം. അപ്പം ഫ്ലവറിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ 4 എണ്ണമാണ്. ഇതിൽ ആൻഡ്രീഷ്യം ഗൈനീഷ്യമാണ് റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് വിളിക്കുന്നത്. മറ്റു രണ്ടും നോൺ എസെൻഷ്യൽ പാർട്ടാണ്. അത് എൻ്റെ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ അതിനൊക്കെ വേണ്ടിയൊക്കെയാണ് സഹായിക്കുന്നുണ്ടാവുക. ഇനി മറ്റൊരു ടേം നമ്മൾ ഓർത്തേക്കേണ്ടത് പെരിയാന്ത് എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. ചില ഫ്ലവേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ തെങ്ങിൻ്റെയൊക്കെ ഫ്ലവർ നോക്കുകയാണെങ്കിൽ ആ ഫ്ലവറിൻ്റെ അകത്ത് കാലിക്സ്, കൊറോള എന്ന് പറയുന്ന 2 വേളുണ്ടാവില്ല. ഏറ്റവും ആദ്യം കാലിക്സ്, അത് കഴിഞ്ഞ് കൊറോള, അത് കഴിഞ്ഞ് ആൻഡ്രീഷ്യം, അത് കഴിഞ്ഞ് ഗൈനീഷ്യം, അങ്ങനെ പോകുന്നത്. ചില ഫ്ലവേഴ്സ് നോക്കുമ്പോൾ കാലിക്സ് ആണോ കൊറോള ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒറ്റ വേളുണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ടാവും. ചിലപ്പോൾ അല്ല ആൻഡ്രീഷ്യം അല്ല ഗൈനീഷ്യം. ഒരു വേള് ഇവിടെ കാണുന്നു, ഒരു വേളുണ്ട്, ഒരു ലെയർ കാണുന്നുണ്ട്. 2 ലെയർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഉള്ളത് കാലിക്സ്, രണ്ടാമതുള്ളത് കൊറോള എന്ന് വിളിക്കാം. പക്ഷേ ആകെ ഒറ്റ ലെയറേ ഉള്ളെങ്കിൽ എന്ത് വിളിക്കുക അതിനെ? കാലിക്സ് എന്ന് വിളിക്കാൻ പറ്റില്ല, കൊറോള. നമുക്കറിയില്ല കാലിക്സ് ആണോ കൊറോള ആണെന്നുള്ളത്. അത്തരം കേസിൽ നമ്മൾ ഈ കാലിക്സിനും കൊറോളയ്ക്കും പകരം ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് ഇത് പെരിയാന്ത് എന്ന് പറയുന്നത്. ഈ കാലിക്സിനും കൊറോളയ്ക്കും പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് പെരിയാന്ത് എന്ന് വിളിക്കുന്നത്. ചില അഡ്വാൻസ്ഡ് ഗ്രൂപ്പിൻ്റെ അകത്തൊക്കെ അങ്ങനെ പെരിയാന്താണ് കാണുന്നത്. കാരണം 2 എണ്ണത്തിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് 1 മാത്രം മതിയായിരിക്കും. അതിനാണ് പെരിയാന്ത് എന്ന് വിളിക്കുന്നത്. തെങ്ങിൻ്റെ അകത്തൊക്കെ പെരിയാന്താണ് കാണുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ അപ്പോൾ കാലിക്സ്, കൊറോള, കാലിക്സ് ആണോ കൊറോളയാണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്ത കേസിൽ ആ 2 ലെയറിന് പകരം ഒറ്റ ലെയർ മാത്രം വരുന്നു. നമുക്കത് കാലിക്സ് ആണോ കൊറോളയാണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ വി യൂസ് അനദർ ടേം ഇൻസ്റ്റെഡ് ഓഫ് കാലിക്സ് ആൻഡ് കൊറോള. ദാറ്റ് ടേം ഈസ് കോൾഡ് പെരിയാന്ത്. ആ ടേമിനാണ് വിളിക്കുക പെരിയാന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫ്ലവറിനെ നമ്മൾ പറഞ്ഞു യൂണിസെക്റ്റീവ് ഫ്ലവേഴ്സ് ഉണ്ട്, ബൈസെക്റ്റീവ് ഫ്ലവേഴ്സ് ഉണ്ട്, കംപ്ലീറ്റ് ഫ്ലവർ ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഫ്ലവർ ഉണ്ട്. കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഫ്ലവറിൻ്റെ അകത്ത് എല്ലാ വേർഡ്സും കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫ്ലവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇനി ഈ ഫ്ലവറിനെ നമുക്കതിൻ്റെ സിമെട്രി അനുസരിച്ച് 3ആയി ഡിവൈഡ് ചെയ്യാം. സിമെട്രി മീൻസ് നമുക്കതിനെ 2 ഈക്വൽ ഹാഫായിട്ട് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് സിമെട്രി എന്ന് പറയുന്നത്.
ഇപ്പോൾ സുവോളജിയിൽ അതും പഠിക്കുന്നില്ല നിങ്ങൾ സിമെട്രി. അതിന് എവിടെയും വരുന്നത് സിമെട്രി എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ സിമെട്രി നമുക്ക് രണ്ട് ഈക്വൽ ഹാഫായിട്ട് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് സിമെട്രി എന്ന് പറയുന്നത്. ആ സിമെട്രി അനുസരിച്ച് നമുക്കൊരു ഫ്ലവറിനെ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ആക്നോമോർഫിക് ഫ്ലവേഴ്സ് ഉണ്ട്, സൈഗോമോർഫിക് ഉണ്ട്, അസിമെട്രിക് ഫ്ലവേഴ്സ് ഉണ്ട്. ആക്നോമോർഫിക്കിന് നമ്മൾ സുവോളജിയിലൊക്കെ ഉപയോഗിക്കേണ്ട ആണ് റേഡിയൽ സിമെട്രി എന്ന് വിളിക്കുന്നത്. സൈഗോമോർഫിക്കിന് സുവോളജിയിൽ ഉപയോഗിക്കേണ്ട ബൈലാറ്ററൽ സിമെട്രി എന്നാണ്. പിന്നെ അസിമെട്രിക്കിന് അവിടെ ഉപയോഗിക്കുന്ന ടൈം അസിമെട്രിക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആക്നോമോർഫിക് ഓർ റേഡിയൽ സിമെട്രി, സൈഗോമോർഫിക് ഓർ ബൈലാറ്ററൽ സിമെട്രി, ദെൻ അസിമെട്രിക് ഫ്ലവേഴ്സ്, 3 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ആക്നോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ. ആക്നോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അത്തരം ഫ്ലവേഴ്സിനെ, ഇതിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ്. ഇതിപ്പം ഫ്ലവറിൻ്റെ സെൻറ്റർ, ഓരോന്നും ഫ്ലവറിൻ്റെ ഇതരമാണ് 3, 4, 5 ഇതര ഫ്ലവറാണ്. ഈ ഫ്ലവറിനെ ഞാനിപ്പോൾ ഈ പ്ലെയിനിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നു കരുതാം. സെൻറ്റർ കൂടി പാസ് ചെയ്യുന്നത് കട്ട് ചെയ്യണേ. സെൻറ്റർ കൂടി പാസ് ചെയ്ത് സെൻറ്ററാണ്. സെൻറ്റർ കൂടി പാസ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് 2 ഈക്വൽ ഹാഫ് കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ് കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ്. സെൻറ്റർ കൂടി പാസ് ചെയ്യണം. സെൻറ്റർ കൂടി പാസ് ഇങ്ങനെ കട്ട് 2 ഈക്വൽ ഹാഫ് കിട്ടും. ഇങ്ങനെ സെൻറ്റർ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ അത്തരം ഫ്ലവറിനെ വിളിക്കുന്ന പേരാണെന്ത്? ആക്നോമോർഫിക് ഫ്ലവേഴ്സ്. Such flowers can be cut into 2 equal halves by cutting through any plane passing through center. സെൻറ്റർ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ സെൻറ്റർ ഇതാണ്, സെൻറ്റർ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫാക്കി നമുക്കൊരു ഫ്ലവറിനെ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം ഫ്ലവറിനെ വിളിക്കുന്ന പേരാണെന്ത്? ആക്നോമോർഫിക് ഫ്ലവേഴ്സ് ഓർ റേഡിയൽ സിമെട്രി എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിളാണ് മസ്റ്റാർഡ്, ഡെറ്റുറ, ചില്ലി എന്ന് പറയുന്ന പ്ലാന്റ്സ്. ഇത്തരം പ്ലാന്റ്സിൻ്റെ അകത്ത് നമുക്കത് സെൻറ്റർ കൂടി എങ്ങനെ കട്ട് ചെയ്താലും എന്ത് കിട്ടും? 2 ഈക്വൽ ഹാഫാക്കി മാറ്റാൻ പറ്റും. അത്തരം ഫ്ലവറിനാണ് ആക്നോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്താണ് സൈഗോമോർഫിക് ഫ്ലവേഴ്സ്. ഇതിപ്പോൾ ഒരു സൈഗോമോർഫിക് ഫ്ലവറാണ്. ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഈ ഫ്ലവറിന് 1, 4, 5 പെറ്റൽ തന്നെ 5 ഇതളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ ഒരു ഇതൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ബാക്കിയെല്ലാം വേറെ രീതിയിലാണ്. ഇപ്പോൾ ഇതിനെ ഈ പ്ലെയിനിൽ കട്ട് ചെയ്യുന്നു കരുതുക. ഈ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്ത് 2 ഈക്വൽ ഹാഫ് കിട്ടും. കാരണം ഈ ഒരു പെറ്റൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, അതിൻ്റെ കറക്റ്റ് നമുക്ക് 2 ഈക്വൽ ഹാഫ് കട്ട് ചെയ്യും. 2 ഈക്വൽ ഹാഫ്. എന്നാൽ ഇപ്പോൾ ഈ പ്ലെയിനിൽ കട്ട് ചെയ്യുന്ന 2 ഈക്വൽ ഹാഫ് കിട്ടുമോ? ഇല്ല. ഇവിടെയൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രമായിപ്പോൾ ഈ 2 പെറ്റൽ, ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് പെറ്റൽ ഈ ഒരു സൈഡ് കൂടി ഈ ഭാഗത്ത് കൂടിയില്ല. ഇവിടെ ആകുമ്പോൾ എന്ത് കിട്ടും? ഈ ഒരു സ്പെഷ്യൽ പെറ്റലിൻ്റെ ഒന്ന് വെടിയും കിട്ടി, ബാക്കി എല്ലാ ഭാഗങ്ങളും ഈക്വൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ സച്ച് ഫ്ലവേഴ്സ് ക്യാൻ ബി കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ കട്ടിങ് ത്രൂ എ സിംഗിൾ പ്ലെയിൻ പാസിങ് ത്രൂ സെൻറ്റർ. ഒരൊറ്റ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രം 2 ഈക്വൽ ഹാഫാക്കി മാറ്റാൻ പറ്റുന്ന ഫ്ലവറിനെയാണ് വിളിക്കുന്നത് സൈഗോമോർഫിക് ഫ്ലവർ. ഇവിടെ എന്താ പറഞ്ഞത്? സച്ച് ഫ്ലവേഴ്സ് ക്യാൻ ബി കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ കട്ടിങ് ത്രൂ എനി പ്ലെയിൻ. ഇങ്ങനെ വേണം കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ വേണം. ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും ആ പ്ലെയിൻ എങ്ങനെ വേണം? എനി പ്ലെയിൻ പാസിങ് ത്രൂ സെൻറ്റർ. സെൻറ്റർ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ ആക്നോമോർഫിക്. സെൻറ്റർ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒറ്റ പ്ലെയിനിൽ മാത്രം കട്ട് ചെയ്ത് 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റുള്ളൂ എങ്കിൽ സൈഗോമോർഫിക്. കാരണം ഇങ്ങനെ കട്ട് ചെയ്താൽ കിട്ടില്ല, ഒറ്റ പ്ലെയിനിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ 2 ഈക്വൽ ഹാഫ് കിട്ടുകയുള്ളൂ. അത്തരം ഫ്ലവറിന് നൽകുക സൈഗോമോർഫിക് ഫ്ലവർ എന്നതിന് എക്സാമ്പിളാണ് ഗുൽമോഹർ, ബീൻ, കേശ്. അതായത് ഫേബേസി എന്ന് പറഞ്ഞ ഫാമിലി പഠിക്കാൻ വരുന്നുണ്ട്. ഫേബേസി എന്ന് പറഞ്ഞ ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിൽ വരുന്ന ഫ്ലവേഴ്സ് ഒക്കെ ഈ രീതിയിലുള്ള ഫ്ലവേഴ്സാണ്. കാരണം അതിലൊരു പെറ്റൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. അപ്പോൾ കട്ട് ചെയ്താൽ അത് മാത്രം ഒരു രീതിയിൽ മാത്രം കട്ട് ചെയ്ത് 2 ഈക്വൽ ഹാഫ് മാറ്റാൻ പറ്റുള്ളൂ. അതാണ് സൈഗോമോർഫിക് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ക്യാൻ ബി കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ കട്ടിങ് ത്രൂ എ സിംഗിൾ പ്ലെയിൻ പാസിങ് ത്രൂ സെൻറ്റർ. അടുത്താണ് അസിമെട്രിക് ഫ്ലവേഴ്സ്. ഇത്തരം ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത, സച്ച് ഫ്ലവേഴ്സ് ആർ നെവർ കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ കട്ടിങ് ത്രൂ എ പ്ലെയിൻ പാസിങ് ത്രൂ സെൻറ്റർ. സെൻറ്റർ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ് കിട്ടില്ല. അത്തരം ഫ്ലവേഴ്സിനെ വിളിക്കുന്നത് അസിമെട്രിക് ഫ്ലവേഴ്സ്. അതിന് എക്സാമ്പിളാണ് കെന്ന, നമ്മുടെ തോട്ടവാഴ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അത്തരം ഫ്ലവേഴ്സിന് പ്രത്യേകത, അവിടെ സ്റ്റെയ്മൻ ഒന്നും ഈക്വലായി കട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റെയ്മൻ എന്ന് പറയുന്നത് ചെറിയൊരു കഷ്ണം സ്റ്റെയ്മനെ കാണുന്നുണ്ടായിരിക്കില്ല. അത് ആൻഡ്രീഷൻ ചെറിയൊരു സൈഡിലേക്ക് കാണുന്നുണ്ടാവും. നമ്മൾ എങ്ങനെ സെൻറ്റർ കൂടി പാസ് ചെയ്യുന്നത് കട്ട് ചെയ്താൽ ആൻഡ്രീഷൻ ഒരു ഭാഗത്തായി പോകും. അത്ര കൺഫ്യൂഷൻ ആവേണ്ട, വെക്കാത്ത ഓർത്താൽ മതി. സച്ച് ഫ്ലവേഴ്സ് ആർ നെവർ കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ കട്ടിങ് ത്രൂ എ പ്ലെയിൻ പാസിങ് ത്രൂ സെൻറ്റർ. സച്ച് ഫ്ലവേഴ്സ് ആർ നെവർ കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ കട്ടിങ് ത്രൂ എ പ്ലെയിൻ പാസിങ് ത്രൂ സെൻറ്റർ. അതാണ് അസിമെട്രി. അപ്പോൾ ഇങ്ങനെ സിമെട്രി അനുസരിച്ച് ഫ്ലവേഴ്സ് 3 രീതിയിലുണ്ട്. ആക്നോമോർഫിക് ഫ്ലവേഴ്സ് ഉണ്ട്, സൈഗോമോർഫിക് ഫ്ലവേഴ്സ് ഉണ്ട്, ദെൻ അസിമെട്രിക് ഫ്ലവേഴ്സ് ഉണ്ട്. അടുത്തത് ഫ്ലവറുമായി ബന്ധപ്പെട്ട് മറ്റൊരു പഠിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലവറിൻ്റെ വേൾഡ്സ് എന്ന് പറയുന്നത് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യമാണ്. ഇതിൽ ഓരോന്നിനും നമ്പർ അനുസരിച്ച് ഫ്ലവറിന് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്.
ഒരു ഫ്ലവറിൻ്റെ അകത്ത് ഫ്ലോറൽ വേൾസ്, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം മൂന്നിൻ്റെയോ മൾട്ടിപ്പിൾ നമ്പർ, കാലിക്സിൻ്റെ എണ്ണം, കൊറോളൻ്റെ എണ്ണം, ആൻഡ്രീഷ്യം, ഗൈനീഷ്യൻ്റെ ഒക്കെ എണ്ണം നോക്കുന്ന സമയത്ത് 3ന്റെ മൾട്ടിപ്പിളോ, ഇത് 3 ആവാം, അല്ലെങ്കിൽ 6 ആവാം, 3 ആവാം, 9 ആവാം, 12 ആവാം, എങ്ങനെ വേണമെങ്കിലും ഫ്ലോറൽ വേൾസ് 3ന്റെ മൾട്ടിപ്പിളോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ അത്തരം ഫ്ലവേഴ്സിന് വിളിക്കുന്ന പേരാണ് ട്രൈമിയറസ് ഫ്ലവർ എന്ന് വിളിക്കും. ഇത് ഫ്ലോറൽ വേൾസ് ആർ 3 or its മൾട്ടിപ്പിൾ. ഫ്ലോറൽ വേൾസിൻ്റെ നമ്പർ 3ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ അത്തരം ഫ്ലവേഴ്സിന് വിളിക്കുന്ന പേരാണെന്ത്? ട്രൈമിയറസ് ഫ്ലവർ എന്ന് വിളിക്കുന്നത്. ഇനി അതല്ല 4ന്റെ മൾട്ടിപ്പിളോ ആവാം. ഫ്ലോറൽ വേൾസ് ഓരോന്ന് നോക്കുന്ന സമയത്ത് 4ന്റെ മൾട്ടിപ്പിളോ വെച്ചാൽ അതിനെ വിളിക്കും ടെട്രാമിയറസ് എന്ന് വിളിക്കും. ടെട്രാമിയറസ് ഫ്ലവർ എന്ന് വിളിക്കും. ഇനി അതല്ല 5ന്റെ മൾട്ടിപ്പിൾ ആവാം, അങ്ങനെയും വരാം. 5 ഓരോന്ന് 5 വീതം 5ൻ്റെ അല്ലെങ്കിൽ 10 15 ആ രീതിയിൽ 5ന്റെ മൾട്ടിപ്പിൾ ഓരോ ഫ്ലോറൽ വേൾസിൻ്റെ നമ്പർ 5 or its മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പെൻഡാമിയറസ് ഫ്ലവർ എന്ന് പറയും. അപ്പോൾ ഫ്ലവറിന് പലതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കംപ്ലീറ്റ് ഫ്ലവർ, ഇൻകംപ്ലീറ്റ് ഫ്ലവർ, യൂണിസെക്ഷൽ, ബൈസെക്ഷൽ, ദെൻ ആക്ടമോർഫിക്, സൈഗോമോർഫിക്, അസിമെട്രിക്, അതേപോലെ ട്രൈമിയറസ് ആണോ, ടെട്രാമിയറസ് ആണോ, പെൻഡാമിയറസ് ആണോ, ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ പല രീതിയിലുണ്ട്. അപ്പോൾ ഇനി ഫ്ലവറിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ്, മറ്റൊരു ഗ്രൂപ്പിംഗ് ആണ് ഫ്ലവേഴ്സ് ഹൈപ്പോഗൈനസ് ആണോ, പെരിഗൈനസ് ആണോ, എപ്പിഗൈനസ് ആണോ എന്നുള്ളത്. അതായത് ഇവിടെ നമ്മൾ ഫ്ലവറിനെ പല ഗ്രൂപ്പുകൾ 3 ഗ്രൂപ്പുകളായി ക്ലാസിഫൈ ചെയ്ത് ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ഫ്ലോറൽ വേൾസ്. ഈ ഫ്ലോറൽ വേൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് അനുസരിച്ചാണ്. അതായത് ഒരു ഫ്ലവറിൻ്റെ അകത്ത് അതിൻ്റെ ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്കിൽ വരച്ച ഭാഗമാണ് ഗൈനീഷ്യം. 3 ഭാഗമുണ്ട്. ഈ ഭാഗത്തിന് എന്ത് വിളിക്കും? സ്റ്റിഗ്മ എന്ന് വിളിക്കും. ഇത് സ്റ്റിഗ്മ, ഇത് സ്റ്റൈൽ, ഇത് ഓവറി. ഈ ഓവറീൻ്റെ പൊസിഷൻ മറ്റ് ഫ്ലോറൽ വേൾസുമായി കമ്പയർ ചെയ്യുമ്പം ഓവറീൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ഓവറി കമ്പയർഡ് ടു അതർ ഫ്ലോറൽ വേൾസ്. മറ്റ് ഫ്ലോറൽ വേൾസ് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഈ 3 ഫ്ലോറൽ വേൾസ് ഉണ്ടല്ലോ. ഈ 3 ഫ്ലോറൽ വേൾസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗൈനീഷ്യത്തിൻ്റെ ഓവറിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഓവറി ഏറ്റവും മുകളിലാണോ, അല്ലെങ്കിൽ ഓവറി താഴെയാണോ, ഓവറി നടുക്കാണോ എന്നൊക്കെ അനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുന്നത്. ഈ ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ ഈ ബ്ലാക്കിൽ വരച്ച ഈ ഭാഗമാണ് ഗൈനീഷ്യം പറഞ്ഞു, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഈ ഓവറി. ഈ ഓവറിൻ്റെ താഴെ നിന്നാണ് ഈ ബ്ലൂവിൽ വരച്ചിരിക്കുന്ന ഭാഗമാണ് ഇത്. ഓവറിയും താഴെ വരച്ച ബ്ലൂ വരച്ച ഭാഗമാണ് ആൻഡ്രീഷ്യം. ഈ ആൻഡ്രീഷ്യം എറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓവറിൻ്റെ താഴെ നിന്നാണ്. അത് കഴിഞ്ഞ് റെഡിൽ വരച്ച ഈ ഭാഗമാണ് കൊറോള എന്ന് പറയുന്നത്. കൊറോള എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ നിന്നാണ്, ആൻഡ്രീഷ്യത്തിൻ്റെ താഴെ നിന്നാണ്. അതിൻ്റെയും താഴെ നിന്നാണ് ഗ്രീനിൽ വരച്ച ആര് വരുന്നത്? കാലിക്സ് വരുന്നത്. അപ്പോൾ ഓവറി ഏറ്റവും മുകളിൽ, അതിന് താഴെ ആൻഡ്രീഷ്യം, അതിന് താഴെ കൊറോള, അതിന് താഴെ കാലിക്സ്. അപ്പോൾ ഓവറി ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്ന ഇത്തരം ഫ്ലവറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹൈപ്പോഗൈനസ് ഫ്ലവർ. ദ പൊസിഷൻ ഓഫ് ഓവറി ഈസ് സുപ്പീരിയർ കമ്പയർഡ് ടു അതർ ഫ്ലോറൽ വേൾസ്. മറ്റ് ഫ്ലോറൽ വേൾസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓവറിൻ്റെ പൊസിഷൻ ഏറ്റവും സുപ്പീരിയറിലാണ്, ഏറ്റവും മുകളിലായിരിക്കും. അതിന് താഴെ നിന്നായിരിക്കും ബാക്കിയല്ലോ. അതിന് താഴെ ആൻഡ്രീഷ്യം വരുന്നു, അതിന് താഴെ കൊറോള. ഇവിടെ ഇത് അറേഞ്ച് ഓവറി ഏറ്റവും മുകളിൽ, അതിന് താഴെ ആൻഡ്രീഷ്യം, അതിന് താഴെ കൊറോള, അതിന് താഴെ കാലിക്സ്. ഈ രീതിയിലുള്ള ഫ്ലോറൽ അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നതെങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെ എന്ന് വിളിക്കുക ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. അത്തരം ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ് മസ്റ്റാർഡ്, ചൈന റോസ്, ബ്രിഞ്ചാൾ. ഇവിടെയൊക്കെ കാണുന്നത് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് ആയിരിക്കും. അടുത്തതാണ് പെരിഗൈനസ് ഫ്ലവർ. ഇവിടെ നോക്കുന്നത് ഓവറി ഇവിടെ വരുന്നുണ്ട്. ഓവറിനെ തൊട്ട് താഴെ നിറൈസ് ചെയ്യുന്നത് കൊറോളയാണ്. ഓവറിൻ്റെ തൊട്ട് താഴെ നിറൈസ് ചെയ്യുന്നത് കൊറോളയാണ്. കൊറോളേനെ തൊട്ട് താഴെ നിന്നാണ് ആര് വരുന്നത്? കാലിക്സ് വരുന്നത്. പക്ഷേ ഗൈനീഷ്യം ഇവിടെ ഓവറിനേക്കാളും മുകളിൽ ഇവിടെ ഗൈനീഷ്യം എറൈസ് ചെയ്യുന്നത്, ഇവിടെ നോക്കിയപ്പോൾ എവിടെ നിന്നാണ് ഗൈനീഷ്യം എറൈസ് ചെയ്തത്? ഗൈനീഷ്യം ആൻഡ്രീഷ്യം എറൈസ് ചെയ്ത് എവിടെ നിന്നായിരുന്നു? ഈ നീരെ വരച്ച ആൻഡ്രീഷ്യം ഓവറിന് താഴെ നിന്നാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് പെരിഗൈനസ് ഫ്ലവറിൻ്റെ അകത്ത് ആൻഡ്രീഷ്യം എറൈസ് ചെയ്യുന്നത് കൊറോളേൻ്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ ആൻഡ്രീഷ്യമാണ് ഏറ്റവും മുകളിൽ, അതിന് താഴെയാണ് ഓവറി, അതിന് താഴെ കൊറോള, അതിന് താഴെ കാലിക്സ്. ആൻഡ്രീഷ്യം ഏറ്റവും മുകളിൽ, അതിന് താഴെ ഓവറി, അതിന് താഴെ കൊറോള, അതിന് താഴെ കാലിക്സ്. ഈ രീതിയിലുള്ള ദ പൊസിഷൻ ഓഫ് ഓവറി ഈസ് ഹാഫ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഹാഫ് സുപ്പീരിയർ, നടുക്കാണ് വരുന്നത്. പകുതി മുകളിലേക്കായിട്ടോ അല്ലെങ്കിൽ പകുതി താഴേക്കായിട്ടാണ് വരുന്നത്. ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇത്തരം അറേഞ്ച്മെൻറ്റ് കാണുന്ന ഫ്ലവേഴ്സിനെ വിളിക്കുന്ന പേരാണ് പെരിഗൈനസ് ഫ്ലവർ. ഇൻ സച്ച് ഫ്ലവേഴ്സ് ദ പൊസിഷൻ ഓഫ് ഓവറി ഈസ് ഹാഫ് ഇൻഫീരിയർ. ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആൻഡ്രീഷ്യമാണ് ഏറ്റവും മുകളിൽ, അതിന് താഴെയാണ് ഓവറി, അതിന് താഴെയാണ് കൊറോള, അതിന് താഴെ കാലിക്സ്. ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് വിളിക്കുന്നത് പെരിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുന്നത്.
സോ അത്തരം അറേഞ്ച്മെൻറ്റിനെ നമുക്ക് ഹാഫ് ഇൻഫീരിയർ ഓവറി വിളിക്കും. അത്തരം അറേഞ്ച്മെൻറ്റ് കാണുന്ന ഫ്ലവേഴ്സിനെ പെരിഗൈനസ് ഫ്ലവേഴ്സ് എന്ന് വിളിക്കും. അടുത്താണ് എപ്പിഗൈനസ് ഫ്ലവർ. ഈ നോക്കുന്ന സമയത്ത് എല്ലാ ഫ്ലോറൽ വേൾഡ്സും ഓവറിൻ്റെ മുകളിൽ, ഓവറി ഏറ്റവും താഴെയാണ്. ദ പൊസിഷൻ ഓഫ് ഓവറി ഈസ് ഇൻഫീരിയർ. നോക്കുകയാണെങ്കിൽ ഓവറി ഏറ്റവും താഴെ, ഓവറിന് മുകളിൽ കാലിക്സ്, അതിൻ്റെ മുകളിൽ കൊറോള, അതിൻ്റെ മുകളിൽ ആൻഡ്രീഷ്യം. ഓവറി ഏറ്റവും താഴെ, അതിൻ്റെ മുകളിൽ കാലിക്സ്, അതിൻ്റെ മുകളിൽ കൊറോള, ഏറ്റവും മുകളിൽ ആൻഡ്രീഷ്യം. അപ്പോൾ ഓവറി, ഇത് പൊസിഷൻ ഓഫ് ഓവറി ഈസ് ഇൻഫീരിയർ, ഓവറി ഏറ്റവും അടിയിലായിട്ട് കാണുകയാണെങ്കിൽ ഇത്തരം ഫ്ലവേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പിഗൈനസ് ഫ്ലവേഴ്സ്. അതിന് എക്സാമ്പിളാണ്, എക്സാമ്പിൾ ഗുവ, കുക്കുംബർ, സൺഫ്ലവർ. ഗുവ, കുക്കുംബർ, സൺഫ്ലവർ. സൺഫ്ലവറിൻ്റെ അതിന് ശരിക്കും റേ ഫ്ലോററ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. സൺഫ്ലവർ എന്ന് പറയുന്നത് സൂര്യകാന്തികൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ജമന്തിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഈ ജമന്തിൻ്റെ അകത്ത് തന്നെ ശരിക്കും ഈ ജമന്തിൻ്റെ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അതൊരു ഒരു ഫ്ലവർ അല്ല, അതൊരു ഇൻഫോർസൻസ് ആണ്. ജമന്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഓണത്തിനൊക്കെ പൂടുന്ന ചെട്ടിപ്പൂവൊക്കെ ഓരോ ഇതൾ പറിച്ചെടുക്കുക, ഓരോ ഇതളും ശരിക്കും ഓരോ ഫ്ലവറാണ്. ആ ഓരോ ഇതളിനെയും വിളിക്കുന്ന പേരാണെന്ത്? റേ ഫ്ലോററ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെട്ടിയാണെങ്കിലും ജമന്തി ആണെങ്കിലും സൺഫ്ലവർ ആണെങ്കിലും നമ്മൾ ഓരോ എതൽ എന്ന് പറഞ്ഞിരിക്കും ഓരോ ഫ്ലവറാണ്. അത് ശരിക്കും നിങ്ങൾ പറിച്ചെടുത്താൽ കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ ഒരു ഫ്ലവറും സ്റ്റേമിനൊക്കെ നോക്കി നോക്കുക. അതിന് ഓണത്തിൻ്റെ സീസൺ ആകുമ്പോൾ ഫ്ലവർ കിട്ടുന്ന സമയത്ത് നോക്കി നോക്കുക. അത് ഒരു ഫ്ലവർ നമ്മൾ ഒരു എതൽ ശരിക്കും പറിച്ചെടുത്താൽ കാണാൻ പറ്റും. അതിന് ഗൈനീഷ്യവും ഓവറിയും സംഭവമൊക്കെ കറക്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെയാണ് റേ ഫ്ലോററ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗുവ, കുക്കുംബർ, റേ ഫ്ലോററ്റ് ഓഫ് സൺഫ്ലവർ. സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ അകത്തൊക്കെ കാണുന്ന ഈ രീതിയിലുള്ള എപ്പിഗൈനസ് ഫ്ലവേഴ്സാണ്. പെരിഗൈനസ് എക്സാമ്പിൾ പറയാൻ വിട്ടു. പ്ലം, റോസ്, പീച്ച്. പ്ലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടാണ്, റോസ്, പീച്ച് ഇതിൻ്റെ അകത്തൊക്കെ കാണുന്നത് പെരിഗൈനസ് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ അകത്ത് ഓവറിൻ്റെ പൊസിഷൻ മറ്റ് ഫ്ലോറൽ വേൾഡ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓവറിൻ്റെ പൊസിഷൻ എവിടെയാണ്, ഓവറി ഏറ്റവും മുകളിലാണോ, ഓവറി നടുക്കാണോ, ഓവറി ഏറ്റവും താഴെയാണോ എന്നനുസരിച്ച് ഫ്ലവറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഹൈപ്പോഗൈനസ്, പെരിഗൈനസ് ആൻഡ് എപ്പിഗൈനസ് ഫ്ലവേഴ്സാണ് ഡിവൈഡ് ചെയ്തത്. ഇവിടെ എക്സാമിന് ചോദിക്കാറുണ്ട്, ഈ ഡയഗ്രാം തന്നിട്ട് ചോദിക്കും ഏതരം ഫ്ലവറാണ്. എക്സാമ്പിൾസും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റിൻ്റെ അകത്ത് ഈ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് ഈ പെരിഗൈനസിന് രണ്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. 4 ഡയഗ്രാം ടോട്ടൽ കാണാം. അതിൽ എ ഹൈപ്പോഗൈനസ് ആണ്, ബിയും സിയും എപ്പിഗൈനസ് ആണ്, പെരിഗൈനസ് ആണ്, ഡി ആണ് എപ്പിഗൈനസ് ഉണ്ടാവുക. അപ്പോൾ പെരിഗൈനസിന് 2 ഡയഗ്രാം ടെക്സ്റ്റിനകത്ത് കാണാം. ഓക്കെ, ഇങ്ങനെയാണ് ഫ്ലവറിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ഓവർ അനുസരിച്ചിട്ട് ക്ലാസിഫിക്കേഷൻ ഇതാണ്.